സൈക്കോളജിയുടെ ക്ലാസ്സാണ് എടുക്കുന്നത്. അത് മൊഡ്യൂൾ 3 ആണ് നമ്മളിന്ന് ബേസ് ചെയ്തിട്ട് എടുക്കുന്നത്, അല്ലെങ്കിൽ ബ്ലോക്ക് 3 ആണ് ബേസ് ചെയ്തെടുക്കുന്നത്. ബ്ലോക്ക് 1-ലും 2-ലും പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് നമുക്കൊരു ആമുഖമായിട്ടൊരു റിവ്യൂ പോലെ നമുക്ക് ചെയ്യാം. അതായിരിക്കും കൂടുതൽ എളുപ്പമാകുന്നത്. സ്കൂൾ സൈക്കോളജി എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂളുകളിലെ ഉള്ള സൈക്കോളജി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇപ്പം വന്നിരിക്കുന്ന ഈ കാലഘട്ടങ്ങളിൽ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഉണ്ടായ ചേഞ്ചസ്. കാരണം കൂടുതൽ കുട്ടികൾ ഡ്രോപ്പ് ഔട്ട്സ് ആകുക, കൂടുതൽ കുട്ടികൾക്ക് പഠിക്കാനുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുക. അങ്ങനെ ഉണ്ടായപ്പോഴാണ് ഗവൺമെൻറ് തന്നെ മുൻകൈ എടുത്ത് സ്കൂൾ സൈക്കോളജി എന്നുള്ള വിഭാഗം നമ്മളിവിടെ ഡെവലപ്പ് ചെയ്തെടുത്തത്. ഡെവലപ്പ് ചെയ്യാനുള്ള കാരണം യങ്സ്റ്റേഴ്സ്, കുട്ടികളെ ഏകദേശം 0 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾ 21% ഇന്ത്യൻ പോപ്പുലേഷനിൽ അത്രയും കുട്ടികൾ ഉള്ളത് കൊണ്ടാണ് കൂടുതൽ ഈ സ്കൂൾ സൈക്കോളജിക്ക് ഇമ്പോർട്ടൻ്റ് കൊടുത്തിരിക്കുക. സ്കൂൾ സൈക്കോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂളിലെ മാത്രം ബേസ് ചെയ്തിട്ടുള്ള സൈക്കോളജി അല്ല, പഠിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു സൈക്കോളജി ആണ്. അത് കുട്ടികളാകാം, ഹയർ സെക്കൻഡറി പഠിക്കുന്നവരാകാം, LKG പഠിക്കുന്നവരാകാം, കോളേജിൽ പഠിക്കുന്നവരാകാം, ഏത് ഏജ് ഗ്രൂപ്പിലും പഠിക്കുന്ന ആൾക്കാരുടെ മാനസികമായ ഒരു അവലോകനം നടത്താൻ വേണ്ടിയിട്ടാണ് നമുക്ക് സ്കൂൾ സൈക്കോളജി എന്ന് പറഞ്ഞ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. സ്കൂൾ സൈക്കോളജി മറ്റുള്ള സൈക്കോളജി തമ്മിലുള്ള വ്യത്യാസം, എല്ലാ സ്കൂളുകളിലും സൈക്കോളജിസ്റ്റ് ഉണ്ട്, കൗൺസിലേഴ്സ് ഉണ്ട്. ഇവർ തമ്മിലുള്ള ജോലി എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്. സ്കൂൾ സൈക്കോളജിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം കുട്ടികളുടെ പ്രോബ്ലങ്ങൾ മനസ്സിലാക്കി അവരെ അതിനകത്ത് ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ്. കൗൺസിലേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിച്ച് അവർക്ക് വേണ്ടതായ ഗൈഡൻസ് നമ്മൾ കൊടുത്ത് അവർക്ക് വേണ്ടതായ സഹായങ്ങൾ കൊടുത്ത് അവരെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരുന്നത്. സൈക്കോളജിസ്റ്റ് എന്ന് പറയുമ്പോൾ അവരതിൻ്റെ ഇൻ്റർവെൻഷൻ, അവരുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അവർക്ക് ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യങ്ങളോ അല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളത് അവരെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. സ്കൂൾ സൈക്കോളജിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ജോലി ഡിഫൈൻ ചെയ്തിട്ടില്ലായിരുന്നു. അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. കൂടുതൽ എക്സ്പെക്റ്റേഷൻ, കൂടുതൽ പ്രതീക്ഷകൾ സ്കൂൾ സൈക്കോളജിസ്റ്റിനെ കുറിച്ച് സംബന്ധിച്ചിടത്തോളം വരുന്നു. എന്ന് വെച്ചാൽ സ്കൂൾ സൈക്കോളജിസ്റ്റാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. എല്ലാ കുട്ടികളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനുള്ള പരിഹാരങ്ങൾ അവർ ചെയ്തുകൊള്ളും. അല്ലെങ്കിൽ അവരിൽ കൂടുതൽ എക്സ്പെക്റ്റേഷൻ, കൂടുതൽ പ്രതീക്ഷകൾ സ്കൂൾ സൈക്കോളജിസ്റ്റിനുണ്ടായി. ഇതൊക്കെ സ്കൂൾ സൈക്കോളജിയുടെ ഒരു ഡിഫൈൻ ചെയ്യാനും അവരുടെ ജോലികളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സ്കൂൾ സൈക്കോളജിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ, സ്കൂളുകളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമുണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുക, അതിന് വേണ്ടതായ സഹായങ്ങൾ ചെയ്യാം. സൈക്കോളജിസ്റ്റിൻ്റെ അടുക്ക് വിടാം, കൗൺസിലേഴ്സിൻ്റെ അടുക്ക് വിടാം. ഫർദർ ആയിട്ടുള്ള എന്തെങ്കിലും ഇൻവെസ്റ്റിഗേഷൻ വേണമെങ്കിൽ അത് അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. പിന്നെ സ്കൂൾ ടീച്ചേഴ്സും കുട്ടികളുമായിട്ടുള്ള കോർഡിനേഷൻ, പാരൻസും കുട്ടികളുമായിട്ടുള്ള ഒരു കോർഡിനേഷൻ, ഇങ്ങനെയുള്ള സംഗതികൾ ചെയ്തു കൊടുക്കുക. അവരുടെ കരിയറിൽ അവർ എന്ത് പഠിക്കണം, എങ്ങനെയാകണം എന്നുള്ള രീതിയിൽ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ അതിനു വേണ്ടി അവരെ പ്രാപ്തരാക്കുക എന്നുള്ളതാണ് സ്കൂൾ സൈക്കോളജിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള ജോലി. അപ്പോൾ സ്കൂൾ സൈക്കോളജി എന്ന് പറയുന്ന സമയത്ത് മുമ്പിലുണ്ടാകുന്ന വേറൊരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ എന്തിനാണ് സ്കൂൾ സൈക്കോളജി വേണ്ട കാര്യം എന്താണ്, അല്ലെങ്കിൽ ഇത് ആവശ്യമുണ്ടോ? തീർച്ചയായിട്ടും ഇന്നത്തെ കാലഘട്ടങ്ങളിൽ, കാരണം പോസ്റ്റ് കോവിഡും പ്രീ കോവിഡിന് മുമ്പുള്ള കാലാവസ്ഥയും കോവിഡ് കഴിഞ്ഞിട്ടുള്ള സമയവും ധാരാളം പ്രശ്നങ്ങൾ കുട്ടികൾ നേരിടുന്നുണ്ട്. പിന്നെ കുട്ടികളുടെ ഇന്നത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ അവരുടെ ലോകം എന്ന് പറഞ്ഞാൽ വിശാല ലോകമാണ്. വിശാല ലോകം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് പഠിക്കണം, മറ്റേ വളരെ ലിമിറ്റഡ് ആയിട്ടുണ്ടായ കാര്യങ്ങളായിരുന്നു ഒരു കാലത്ത് ഉണ്ടായിരുന്നത്. ഇപ്പം നമ്മുടെ ലോകം എന്ന് പറയുന്നത്, പഠന ലോകം എന്ന് പറയുന്നത് വളരെ വികാസം പ്രാപിച്ച് കിടക്കുന്നത് കൊണ്ട് അതിൻ്റെ എല്ലാ കാര്യങ്ങളെക്കുറിച്ച് അവർ മനസ്സിലാക്കി കൊടുക്കുക. അവരുടെ കഴിവനുസരിച്ച് അവർക്ക് ഏത് കരിയർ ഗൈഡൻസ്, ഏത് സബ്ജക്റ്റ് പഠിക്കണം, അതിൽ നിന്ന് എന്തൊക്കെ ഗുണങ്ങളുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള പറഞ്ഞു കൊടുക്കുകയും അവരുടെ പ്രശ്നങ്ങളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുക. ഇപ്പോൾ എന്താണ് കുട്ടികളുടെ ഒരു പ്രശ്നം, അല്ലെങ്കിൽ ഏതെങ്കിലും സബ്ജക്റ്റ് പഠിക്കാൻ പറ്റാതെ വരുമോ, അല്ലെങ്കിൽ ആ പഠിക്കാതെ പറ്റുന്ന കുട്ടികളെ അതിനെങ്ങനെ വേണ്ടി പ്രാപ്തരാക്കണം, അല്ലെങ്കിൽ ഏത് സബ്ജക്റ്റ് പഠിക്കാൻ പറ്റിയാലും അതിനെ അവരെ ഒഴിവാക്കി കൊടുക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയൊക്കെ വന്നുകൊണ്ടാണ് സ്കൂൾ സൈക്കോളജി ഇന്ന് വളരെ ഡെവലപ്പ് ചെയ്ത് വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് ഗവൺമെൻറ് സർവശിക്ഷാ അഭിയാൻ എന്ന് പറയുന്നതും റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാ കുട്ടികൾക്കും പഠിക്കണം, ഏത് കുട്ടികൾക്കും പഠനം എന്ന് പറയുന്നത് അവൻ്റെ അവകാശമായിട്ട് വെച്ചിരിക്കുന്നത്. കാരണം പല സ്ഥലങ്ങളിലും കുട്ടികൾക്ക് പഠിക്കാൻ സ്കൂളിൽ വിടാറില്ല, ചില പർട്ടിക്കുലർ സ്ഥലങ്ങളിൽ പെൺകുട്ടികളെ പഠിക്കാൻ വിടാറില്ല. അപ്പം മറിച്ച് അവൻ്റെ അവകാശമാണ്. മറ്റേത് കാര്യങ്ങളെപ്പോലെയും വിദ്യാഭ്യാസം എന്നത് അവകാശമായി വന്നതുകൊണ്ട്
ഈ സ്കൂൾ സൈക്കോളജി എന്ന് പറയുന്ന കാര്യം കണ്ടമാനം ഡെവലപ്പ് ചെയ്തു. ഇപ്പോൾ സ്കൂൾ സൈക്കിൾ ആദ്യം ഡെവലപ്മെൻറ്റ് ഒരു കുട്ടിയുടെ ഡെവലപ്മെൻ്റാണ്. അവൻ്റെ ജനനം എങ്ങനെയാണ്, അവൻ്റെ ഭാവിയെക്കുറിച്ച്. അപ്പോൾ നമ്മൾ കുട്ടികളെ കുറിച്ചും അവൻ്റെ ഡെവലപ്മെൻറ്റിനെ കുറിച്ച് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. ഇൻഫൻസി സ്റ്റേജ് എന്താണ്, അവൻ്റെ ഏർലി ചൈൽഡ്ഹുഡ് ഏതാണ്, ചൈൽഡ്ഹുഡ് എന്താണ്, അഡോളസൻസ് സ്റ്റേജ് എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് അവൻ്റെ ഡെവലപ്മെൻറ്റ് സ്റ്റേജിനെ കുറിച്ച് നമ്മൾ പഠിക്കണം. ഓരോ സ്റ്റേജിനെ കുറിച്ച് നമ്മൾ പഠിക്കും. ആദ്യം നമ്മൾ പറഞ്ഞത് ഫ്രോയിഡിൻ്റെ സിദ്ധാന്തം തന്നെയാണ്. ഒരു കുട്ടിയുടെ വളർച്ചയിൽ അവൻ്റെ സൈക്കോസെക്ഷൽ ഡെവലപ്മെൻറ്റ് സ്റ്റേജസ് എന്താണെന്ന് പറയും. ഓറൽ സ്റ്റേജ്, എനൽ സ്റ്റേജ്, ഫാലിക് സ്റ്റേജ്, ലെറ്റൻസി പീരീഡ്, ജെനിറ്റൽ സ്റ്റേജ്. നമ്മൾ വീണ്ടും അത് തന്നെ നമ്മൾ എറിക് എറിക്സന്റെ തിയറി നമ്മൾ പഠിക്കും. എറിക് എറിക്സന്റെ തിയറി ഓരോ സ്റ്റേജിലും കുട്ടികൾക്ക് എന്താണെന്ന്, ഉദാഹരണത്തിനകത്ത് ട്രസ് വേഴ്സസ് മിസ്ട്രസ്. ഒരു കുട്ടികൾക്ക് അവൻ്റെ ചെറിയ സമയത്ത് ഉണ്ടാകുന്ന ഗുണങ്ങളും അവൻ എന്തെങ്കിലും ചെയ്യാൻ ഉണ്ടാകുന്നതായ സഹായങ്ങളും, അതുകൊണ്ടാണ് എന്താ ട്രസ്റ്റും, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും മിസ്ട്രസും ടോളർ സ്റ്റേജിലും. ഒരു കുട്ടിക്ക് ആൾക്കാരുമായിട്ട് ചേരാൻ പറ്റുന്നതിനെ കുറിച്ച്, പിന്നെ കുട്ടികൾ പഠിക്കുന്നതിനെ കുറിച്ച്, അങ്ങനെ ഓരോ സ്റ്റേജുകളെ കുറിച്ചും എറിക്സന്റെ തിയറി നമ്മൾ പഠിക്കും. അങ്ങനെ ഓരോ തിയറിയും നമ്മൾ പഠിച്ചു വന്നു. ആ പഠിച്ചു വന്ന ഓരോ തിയറിക്കകത്ത് എന്താണ് കുട്ടികളുടെ ഡെവലപ്മെന്റ്, എന്താണ് സ്റ്റേജ്. അത് കഴിഞ്ഞ് നമ്മൾ പഠിച്ച അവൻ്റെ ലാംഗ്വേജ് ഡെവലപ്മെന്റ്. ആദ്യം കുട്ടികൾ ചെറിയ ചെറിയ ശബ്ദങ്ങൾ ഉണ്ടാക്കുന്നു. ആ ശബ്ദങ്ങളിൽ നിന്ന് ആ ശബ്ദത്തിന് അർത്ഥം ഉണ്ടാക്കി കൊടുക്കുന്നു, ഒരു എന്തെങ്കിലും മീനിങ് ഫുൾ ആയിട്ടുള്ള ഇതാക്കി വരുന്നു. പിന്നെ അവന് ഓരോ വേർഡുകൾ പഠിക്കുന്നു. പിന്നെ കൂടുതലായിട്ട് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യാനായിട്ട് പഠിക്കുന്നു. അത് കഴിഞ്ഞിട്ട് കമ്മ്യൂണിക്കേഷൻ ഡെവലപ്പ് ചെയ്യുന്നു. കമ്മ്യൂണിക്കേഷൻ്റെ ഒരു പരിപൂർണമായ അവൻ്റെ ഒരു ഗ്രാമറൊക്കെ വെച്ച് ഒരു കാര്യങ്ങളെക്കുറിച്ച് മറ്റുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കി, മറ്റുള്ളവർ പറയുന്ന മനസ്സിലാക്കാൻ പറ്റുന്ന ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് സ്റ്റേജസ് വന്നു. ഒരു കുട്ടിയുടെ പേഴ്സണാലിറ്റിയിൽ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നപ്പോൾ പല കാര്യങ്ങൾ, അവൻ്റെ ഫാമിലി, അവൻ്റെ പിയർ ഗ്രൂപ്പ്സ്, അവൻ്റെ സോഷ്യൽ ഗ്രൂപ്പ്, സൊസൈറ്റി, അതിൻ്റെ എക്സ്പീരിയൻസ്, ഇതെല്ലാം ഓരോ കുട്ടിയുടെയും. ഇനിയും പഠിക്കുക സോഷ്യൽ ലേണിംഗ് തിയറിയിൽ ഒരു തിയറി കൂടെ, എക്കോളജിക്കൽ സിസ്റ്റം തിയറി. എക്കോളജിക്കൽ സിസ്റ്റം തിയറി എന്ന് വെച്ചാൽ അവൻ്റെ സമൂഹമായിട്ട് ലെവൽ 1 ഇൻഡിവിജ്വൽ പ്ലേസ് ആൻ ഇമ്പോർട്ടൻ്റ് റോൾ. അതായത് ഒരു വ്യക്തി ഈ സോഷ്യൽ ലേണിംഗ് തിയറി ഇരിക്കാത്ത എക്കോളജി തിയറി പറയുന്നത്. കഴിഞ്ഞ പ്രാവശ്യം എക്കോളജി തിയറി നമുക്ക് കൂടുതൽ എടുക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് എക്കോളജി തിയറി ഒന്നുകൂടെ തുടങ്ങാമെന്ന് പറഞ്ഞത്. ഇത് മോഡിൽ രണ്ടാമത്തേൽ അവസാനം കിടക്കുന്നതാണ് എക്കോളജിക്കൽ സിസ്റ്റം. ഇത് ഫസ്റ്റ് ലെവൽ 1 ഒരു ഇൻഡിവിജ്വൽ സമൂഹത്തിൽ നിന്ന് ആ ആൾ എങ്ങനെ പഠിക്കും. അതായത് ആ ഓരോ വ്യക്തികളും അവനൊരു ഇമ്പോർട്ടൻ്റ് റോൾ പഠിക്കും. എൻ്റെ കാര്യം എന്താണ്, ഞാൻ എന്താണ്, എങ്ങനെയാണ് പഠിക്കുന്നത്, ഓരോരുത്തരെയും നോക്കി അല്ലെങ്കിൽ ഓരോരുത്തർ ചെയ്യുന്ന കാര്യങ്ങൾ കണ്ട് പഠിച്ച് ആ ഇൻഡിവിജ്വൽ റോൾ മനസ്സിലാക്കുന്നതാണ്. ദാറ്റ് ഈസ് ലെവൽ 1. ലെവൽ 2 എന്ന് പറയുന്നത് മൈക്രോ സിസ്റ്റം. അവിടെ മാത്രമല്ല ഫാമിലിയും കൂടെ വെച്ചോണ്ട്, ഫാമിലി, സ്കൂളിലെ ടീച്ചേഴ്സ്. ഒരു കുട്ടി ഇൻഡിവിജ്വലായിട്ട് 1-to-1 ഇൻട്രാക്ഷൻ ഉണ്ടാകുന്നു, വീട്ടിൽ അമ്മയായിട്ട് അച്ഛനുമായിട്ട് ഇൻട്രാക്ഷൻ ഉണ്ടാകുന്നു, വ്യക്തികളെ കുറിച്ച് മനസ്സിലാക്കുന്നു. ആ മനസ്സിലാക്കുന്ന വ്യക്തികൾ എന്ത് ചെയ്യുന്നു, ആ വ്യക്തികളുടെ എന്തൊക്കെ പ്രവൃത്തികളാണ് അവർക്ക് ഗുണമുണ്ടാകുന്നത്, അല്ലെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലാണ് അത് ശരിയാകുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവന് ഇൻഡിവിജ്വൽ പ്ലേസ് ആൻഡ് ഇമ്പോർട്ടൻ്റ് റോളാണ് ലെവൽ 1-നകത്ത് നടക്കുന്നത്. ലെവൽ 2 മൈക്രോ സിസ്റ്റം ആണ്. മൈക്രോ സിസ്റ്റം ഫാമിലി, ആ വ്യക്തി ഉൾക്കൊള്ളുന്ന കുടുംബം, സ്കൂള്, അവരുടെ ടീച്ചേഴ്സ്, പിയർ ഗ്രൂപ്പ്സ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അച്ഛനും അമ്മയും എങ്ങനെ പെരുമാറുന്നത്, കാരണം അവരുടെ മോഡലാണ്. ഒരു കുട്ടിയുടെ അച്ഛൻ മോഡലാണ്, അമ്മ മോഡലാണ്, എൻ്റെ ഫാമിലിയിലുള്ള മറ്റ് മെമ്പേഴ്സ് മോഡലാണ്. അപ്പോൾ അതാണ്. പിന്നെ നമ്മൾ കുട്ടികൾ കൂടുതൽ പഠിക്കും സ്കൂളിൽ പോകുമ്പോഴാണ്. സ്കൂളിൽ പോകുമ്പോൾ അവൻ്റെ മോഡൽ എന്ന് പറയുന്നത് അച്ഛനും അമ്മയും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കുട്ടിയുടെ മോഡൽ എന്ന് പറയുന്നത് ടീച്ചേഴ്സാണ്. ടീച്ചേഴ്സ് എന്ത് പറയുന്നു, ടീച്ചേഴ്സ് പറയുന്നത് നമ്മൾ കേൾക്കുന്നു, ടീച്ചേഴ്സ് പറയുന്നത് മനസ്സിലാക്കുന്നു, ടീച്ചേഴ്സ് പറയുന്നത് വേദവാക്യമായിട്ട് വന്നു. പല കുട്ടികളും നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ പറയുന്നു ടീച്ചർ എങ്ങനെയല്ല പറയുന്നത്, ടീച്ചർ പറഞ്ഞാണ് ശരി. അപ്പോൾ കുട്ടികളെ സംബന്ധിച്ച് ആധികാരികമായിട്ട് അവൻ്റെ ബൈബിൾ എന്ന് പറയുന്നത് ടീച്ചേഴ്സാണ്. അപ്പോൾ ആദ്യം ഫാമിലിയിൽ നിന്ന് കണ്ടുപിടിക്കുന്നു, അച്ഛനും അമ്മയും എന്ത് ചെയ്യുന്നു, അവൻ്റെ കുടുംബാംഗങ്ങൾ എന്ത് ചെയ്യുന്നു, പിന്നെ സ്കൂൾ ടീച്ചേഴ്സ്, ദെൻ പിയർ ഗ്രൂപ്പ്സ്. പിന്നെ അവനെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്ന് ഒരു കുട്ടിയെ, ഒരു വ്യക്തിയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് പിയർ ഗ്രൂപ്പ്സ് ആണ്. ഏത് ആളുമായിട്ട് ചേരുന്നു. നമ്മൾ പറയാറുണ്ട് കൂട്ടുകാരുകൾ കൂടണം, നല്ല കൂട്ടുകെട്ടുകൾ ചൊല്ലണം. അപ്പോൾ നല്ല കൂട്ടുകെട്ടുകളാണെങ്കിൽ നല്ല കാര്യങ്ങൾ അവൻ പഠിക്കും. അതല്ല കുട്ടികൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതുപോലെ. അപ്പം ആ എക്കോളജിക്കൽ സിസ്റ്റത്തിലാണ് സോഷ്യൽ ലേണിംഗ് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നത്. ദെൻ ലെവൽ 3 മെസോ സിസ്റ്റം, മൾട്ടിപ്പിൾ മൈക്രോ സിസ്റ്റംസ് ആണ്. അതായത് ഫാമിലിയും സ്കൂളും ഇങ്ങനെ പല ഗ്രൂപ്പുകൾ കൂടുന്നു, പല ടീച്ചേഴ്സ് കൂടുന്നു, പല പിയർ ഗ്രൂപ്പ്സ് കൂടുന്നു, പല കുടുംബങ്ങൾ വേറെ. അവൻ സോഷ്യൽ ഇൻട്രാക്ഷൻ തുടങ്ങുകയാണ്. സോഷ്യൽ ഇൻട്രാക്ഷൻ തുടങ്ങുമ്പോൾ കുറേ കാര്യങ്ങൾ അയാൾ മനസ്സിലാക്കുന്ന സമയത്ത് ആ സമൂഹം ഇങ്ങനെ പെരുമാറും, ഇന്നയാളിങ്ങനെ പെരുമാറും, ഇന്ന ഗ്രൂപ്പ് ഇങ്ങനെ പെരുമാറും എന്ന് പറഞ്ഞ് പഠിക്കുന്നതാണ് ലെവൽ 3 സിസ്റ്റം എന്ന് പറയുന്നത്. ലെവൽ 4 എന്ന് പറയുന്നത് എക്കോസിസ്റ്റം ഓർഗനൈസേഷൻ ഓഫ് ദ ചൈൽഡ്സ് പാരന്റ്.
അപ്പം കുറച്ചും കൂടെ അഡ്വാൻസ് ആകണം. കാരണം അവൻ പറയുന്ന നിയമങ്ങൾ, അവൻ പറയുന്ന കാര്യങ്ങൾ, അവൻ്റെ ഓർഗനൈസേഷൻസ്, അച്ഛനും അമ്മയും കൂടുന്ന കുടുംബങ്ങൾ എങ്ങനെ പെരുമാറുന്നു, അങ്ങനെ പല പല മെസോ സിസ്റ്റംസ് കൂടുന്നു, മറ്റു മെസോ സിസ്റ്റംസ് ചേരുമ്പോഴാണ് എസ്കോ സിസ്റ്റം എന്ന് പറയുന്നത്. ദെൻ ലെവൽ 5 എന്ന് പറയുന്നത് സോഷ്യോ എക്കണോമിക് ലെവൽ ഓഫ് ദ ഫാമിലി. അതായത് അവിടെയാണ് അവൻ സാമ്പത്തികമായുള്ള കാര്യങ്ങൾ, ജോലി കിട്ടി, ജോലിക്കാരുമായിട്ടുള്ള ഇൻട്രാക്ഷൻസ്, എക്കണോമിക് എങ്ങനെ നമ്മൾ വരുന്നു, അവൻ്റെ റിലീജിയൻ എങ്ങനെ വരുന്നു, എങ്ങനെ അവൻ്റെ സാമ്പത്തികം ആ കുട്ടിയുടെ വളർച്ചയെ ബാധിക്കുന്നു എന്ന് പറയുന്ന തുടങ്ങാണ് മാർക്കോ സിസ്റ്റം. ഈ 5 ലെവലിലാണ് എക്കോളജിക്കൽ സിസ്റ്റം തിയറി പറയുന്നത്. സോഷ്യൽ ലേണിങ്ങിനകത്ത് പരീക്ഷയ്ക്ക് സാധാരണ ചോദിക്കാറുണ്ട്. അത് ചോദിക്കുക എക്കോളജിക്കൽ സിസ്റ്റം ഓഫ് സോഷ്യൽ ലേണിംഗ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. പലപ്പോഴും ഇത് അസൈൻമെൻറ്റിനകത്ത് ചോദിച്ചിട്ടുണ്ട്. കൂടാതെ ഇത് പരീക്ഷയ്ക്കും ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പം ഇത്രയാണ് സോഷ്യൽ ലേണിംഗ് തിയറി. അതിനകത്ത് ബെൻഡുരാസ് ലോ സോഷ്യൽ ലേണിംഗ് തിയറി ഒക്കെ നമ്മൾ ബെൻഡുരാസ് സോഷ്യൽ ലേണിംഗ് തിയറി പഠിച്ചിട്ടുണ്ട്. കുട്ടി ഇമിറ്റേറ്റ് ചെയ്ത് പഠിക്കുന്നതുകൊണ്ട്, അച്ഛനെയും അമ്മയും കണ്ട് പഠിക്കുന്നതുകൊണ്ടാണ്. കുട്ടി ആൺ പെൺ എന്നുള്ളത് വ്യത്യാസം, ഒരാണ് എന്തായിരിക്കും, ഒരു പെണ്ണെങ്ങനെയായിരിക്കണം, അങ്ങനെ പഠിക്കുന്ന പല കാര്യങ്ങൾ സോഷ്യൽ ലേണിംഗ് തിയറിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറിയാണ് സോഷ്യൽ ലേണിംഗ് തിയറീസ് എല്ലാം. നമ്മൾ പോകുമ്പോൾ ഡിസബിലിറ്റിയാണ്. എന്തൊക്കെയാണ്, എന്തുകൊണ്ടാണ് ഈ ഡിസബിലിറ്റി നമുക്ക് ഇത്രയും വലിയ കാര്യങ്ങൾ, അറൗണ്ട് 268 കോടി ആൾക്കാർ ഇത് മറ്റേത് തെറ്റി വന്നതാണ്. അത് ഈ ഭാഗം തെറ്റി വന്നതാണ്. അപ്പം ഏകദേശം 2.68 crore പേഴ്സൺസ് ടോട്ടൽ ഇതിനകത്ത് കുട്ടികളാണ്, അവർക്ക് ഡിസബിലിറ്റി ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ചിൽഡ്രൻ വിത്ത് ഡിസബിലിറ്റീസിന് വളരെ ഇമ്പോർട്ടൻ്റ് കൊടുത്തിരിക്കുന്നത്. കാരണം ഇന്ന് സ്കൂൾ കോളേജുകളിലൊക്കെ പല കുട്ടികൾക്കും പഠന വൈകല്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്, അല്ലെങ്കിൽ മാനസിക ശാരീരികമായ പ്രശ്നങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ ഈ മാനസിക ശാരീരികമായ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണ് ചൈൽഡ് ഹെൽത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് കൊടുത്തിരിക്കുന്നതും അതിന് പ്രാധാന്യം കൊടുത്തിരിക്കുന്നതും. അതുകൊണ്ട് ആ ഒരു സംഗതി കൊണ്ടാണ് ഈ ഡിസബിലിറ്റി, ഒരു കുട്ടികളുടെ ഡിസബിലിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഇന്ത്യയിൽ വളരെ പ്രാധാന്യപ്പെട്ടു. ഇന്ത്യ മാത്രമല്ല, ലോകം മുഴുവനുണ്ട്. കാരണം പല കുട്ടികളും പഠിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാകുക, അവന് മാനസികമായ പ്രശ്നങ്ങളുണ്ടാകുക, സ്വഭാവ വൈകല്യങ്ങളുണ്ടാകുക. ഇത് എന്തുകൊണ്ടാണ് എന്ന് ചോദിക്കുമ്പോഴാണ് ഈ ഡിസബിലിറ്റി കഴിഞ്ഞത്. ഏകദേശം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 2.68 ഈ 2.68 കോടി കുട്ടികൾ പ്രശ്നം ഉള്ളവരായിട്ടാണ് കണ്ടുവന്നിരിക്കുന്നത്. ഇത് ഈ ഒരു സ്റ്റഡി നമ്മൾ കറക്റ്റായിട്ട് എടുക്കാൻ പറ്റിയല്ല. കാരണം എന്താ വെച്ചാൽ പലപ്പോഴും നമുക്ക് എന്തെങ്കിലും പ്രശ്നമുള്ള ആൾക്കാർ കണ്ടുപിടിക്കാത്ത ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടാകാം. പലപ്പോഴും ഡ്രോപ്പ് ഔട്ട്സ് ഉണ്ടായിട്ടുള്ള കുട്ടികളെ കുറിച്ചുണ്ടാകാം, ചിലപ്പോൾ സ്കൂളിൽ വരാൻ പറ്റാത്ത കുട്ടികളെ കുറിച്ചുണ്ടാകാം. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്കറിയില്ലാത്തത് കൊണ്ട് ഏകദേശം ഇന്ത്യയിലെ ഇന്നത്തെ പോപ്പുലേഷനനുസരിച്ച് 2,68,00,000 ജനങ്ങൾ കുട്ടികൾ മാനസികമായ പ്രശ്നങ്ങളുള്ളതാണെന്നാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ പല ഇതുണ്ടായിരുന്നു. നമ്മൾ ടെർമിനോളജി നമ്മൾ ഉപയോഗിക്കുന്നത് ആദ്യം ഡിസേബിൾഡ് പീപ്പിൾ എന്ന് പറഞ്ഞു. ഡിസേബിൾഡ് പീപ്പിൾ ഇപ്പോൾ പറയാറില്ല. കുഴപ്പക്കാരെന്ന് പറഞ്ഞാൽ ആൾക്കാരെന്തെങ്കിലും പ്രശ്നമുള്ളവർ, കുഴപ്പമുള്ള ആൾക്കാർ. ഇത് പുതിയ കറണ്ട് ടെർമിനോളജി. അപ്പോൾ നമ്മൾ പറയുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്. പണ്ട് നമ്മൾ പറയുന്നത് ഡിസേബിൾഡ് പീപ്പിൾ, അപ്പോൾ പീപ്പിൾ വിത്ത് ഡിസബിലിറ്റി, എന്തെങ്കിലും പ്രശ്നമുണ്ടാകും, ഓർ സ്പെഷ്യലി എഡ്യൂക്കേറ്റഡ് ചിൽഡ്രൻ, അങ്ങനെയൊക്കെയാണ് നമ്മളിപ്പോൾ പറയുന്നത്. Then next is blind people, people with visual impairment. കാഴ്ച വൈകല്യം, അന്ധരം നമ്മൾ പറയാറില്ല, എന്തെങ്കിലും കാഴ്ചയ്ക്ക് വൈകല്യമുള്ള ആൾക്കാരാണ് പീപ്പിൾ വിത്ത് വിഷ്വൽ ഇമ്പയർമെന്റ് എന്നാണ് പുതിയ ടെർമിനോളജി. മെന്റൽ റിട്ടാർഡേഷൻ നമ്മൾ പറയാറില്ല, ഇന്റലക്ച്വലി ഡിസേബിൾ ഓർ സ്പെഷ്യലി ഏബിൾഡ് ചിൽഡ്രൻ, അതാണ് പുതിയ ഡെഫിനേഷൻ വന്നിരിക്കുന്നത്. ഇപ്പം നമ്മൾ മെന്റൽ റിട്ടാർഡേഷൻ എന്ന് പറയാറില്ല, മന്ദബുദ്ധികൾ എന്ന് പറയാറില്ല. ആ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും പ്രത്യേകകരമായിട്ട് കഴിവുള്ളവര്, അല്ലെങ്കിൽ ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി ഉള്ളവർ, അതായത് അവരുടെ ബുദ്ധിക്ക് എന്തെങ്കിലും ഡിസബിലിറ്റി ഉള്ള കുഴപ്പമുള്ള ആൾക്കാർ, അല്ലാതെ അവർ മെന്റൽ റിട്ടാർഡേഷൻ നമ്മൾ പറയാറില്ല. ദെൻ ഡെഫിന് ഹിയറിംഗ് ഇമ്പയർമെന്റ് എന്നാണ് പറയുന്നത്. ഓരോന്നിനും ഓരോ ടെർമിനോളജി ഒക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് ന്യൂ ടെർമിനോളജിയാണ്, പഴയതല്ല നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത്. ഡിസബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതരത്തിലുള്ള ഡിസബിലിറ്റി ഉണ്ട്. മാനസിക ശാരീരികമായിട്ടുള്ളതുണ്ട്, സെൻസ് ഓർഗൻ, അത് നമ്മുടെ ഏതെങ്കിലും ശരീരത്തിലുള്ള അവയവങ്ങൾക്കുണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഡിസബിലിറ്റി എന്ന് വെച്ചാൽ ഡിസേബിൾഡ് പീപ്പിൾ എന്ന് പറയാറില്ല, പീപ്പിൾ വിത്ത് ഡിസബിലിറ്റി, എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉള്ള ആൾക്കാർ.
ബ്ലൈൻഡ് പീപ്പിൾ വിത്ത് വിഷ്വൽ ഇമ്പയർമെന്റ്, അന്ധരെന്ന് പറയാറില്ല, കാഴ്ചയ്ക്ക് പ്രശ്നമുള്ള ആൾക്കാർ. മെന്റൽ റിട്ടാർഡേഷൻ ഇപ്പോൾ ഉപയോഗിക്കാറില്ല. ഇന്റലക്ച്വൽ ഡിസബിലിറ്റി, ഏതെങ്കിലും കാരണങ്ങൾ മനസ്സിലാക്കാനായിട്ടുള്ള ബുദ്ധിപരമായ വൈകല്യമുള്ളതാണ്. ദാറ്റ് ഈസ് ഇന്റലക്ച്വൽ ഡിസബിലിറ്റി. ഡെഫ് ഹിയറിംഗ് ഇമ്പയർമെന്റ് ആൻഡ് ക്രിപ്പിൾഡ് ഫിസിക്കൽ ഇമ്പയർമെന്റ്, അതായത് നടക്കാനും വയ്യാത്ത കാലിൽ എന്തെങ്കിലുമുള്ള തളർച്ചയൊക്കെ വന്ന ആൾക്കാർ, അല്ലെങ്കിൽ സെർബ്രൽ പാൾസി ഉള്ള ആൾക്കാർ. ക്രിപ്പിൾഡ് നമ്മൾ ഉപയോഗിക്കാറില്ല. ഫിസിക്കൽ ഇമ്പയർമെന്റ് ഇങ്ങനെയാണ് പറയുന്നത്. ഈ ക്ലാസിഫിക്കേഷൻ നമ്മൾ ക്ലാസിഫിക്കേഷൻ പഠിക്കണം. ഈ ക്ലാസിഫിക്കേഷൻ അനുസരിച്ചായിരിക്കും നമുക്കിനി ഡിഫൈൻ ചെയ്യേണ്ട ഓരോന്നിനെയും. അപ്പം എയർലി ടൈംസ് ഡിസേബിൾഡ് പീപ്പിൾ എന്നുള്ളതാണെങ്കിൽ ഇപ്പോൾ പീപ്പിൾ വിത്ത് ഡിസബിലിറ്റി, ബ്ലൈൻഡ് പീപ്പിൾ വിഷ്വൽ ഇമ്പയർമെന്റ് ഉള്ള കുട്ടികൾ, മെന്റൽ റിട്ടാർഡേഷൻ ഇന്റലക്ച്വൽ ഡിസബിലിറ്റി, ഡെഫ് ഹിയറിംഗ് ഇമ്പയർമെന്റ്, ക്രിപ്പിൾഡ് ഫിസിക്കൽ ഇമ്പയർമെന്റ്. ഏതൊക്കെ ലേണിംഗ് ഡിസബിലിറ്റി? സാധാരണ കുട്ടികൾക്ക് ധാരാളം ലേണിംഗ് ഡിസബിലിറ്റി വരാറുണ്ട്. അതിനകത്ത് ആദ്യത്തെ ഡിക്സലെക്സിയാണ്. ഡിക്സലെക്സിയ എന്ന് വെച്ചാൽ എഴുതാനും ഉള്ള, ലാംഗ്വേജ് മനസ്സിലാക്കാനുള്ളത്, അത് മനസ്സിലാക്കി പ്രവർത്തിക്കാനുള്ളത്, ഒന്ന് കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കാം. അത് എഴുതാനായിട്ടുള്ള ബുദ്ധിമുട്ട്, പ്രത്യേകിച്ച് വേർഡിനെ സംബന്ധിച്ച് ഒരു സെൻറ്റൻസ് ഒക്കെ പറഞ്ഞാൽ അത് മനസ്സിലാക്കാനുള്ളത്, അല്ലെങ്കിൽ സ്പെല്ലിങ് എഴുതുമ്പോൾ അതിനകത്ത് മിസ്റ്റേക്ക് വരിക, അല്ലെങ്കിൽ എഴുതാനായിട്ട് വ്യക്തമായിട്ട് എഴുതാനായിട്ട് വരിക, ലോങ് എസ്സേസ് ഒക്കെ എഴുതാനുള്ള ബുദ്ധിമുട്ട് വരിക, സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ ഉണ്ടാകുക, വാക്കുകൾ വിട്ടുപോവുക, പുതിയ വാക്കുകൾ നമ്മൾ ആഡ് ചെയ്ത് പഠിക്കുക, പുതിയ വാക്കുകൾ നമ്മൾ കേൾക്കാത്ത വാക്കുകളൊക്കെ ചിലപ്പോൾ കയറി ഉപയോഗിച്ചൊന്നിരിക്കും. ദാറ്റ് ഈസ് കോൾഡ് ഡിക്സലെക്സിയ. കൂടുതലും ഡിക്സലെക്സിയ വേർഡുമായിട്ട് ചിന്തിക്കണം. ഡിസ്ഗ്രാഫിയ, എഴുതാനുള്ള ഡിസ്ഗ്രാഫിയ, എഴുതുക, വരയ്ക്കുക, പേന പ്രത്യേകിച്ച് പിടിക്കാനായിട്ടുള്ളത്, ചില സബ്ജക്റ്റുകൾ അങ്ങനെയുള്ളതാണ് ഡിസ്ഗ്രാഫിയ. ഡിക്സലെക്സിയ പഠന വൈകല്യമാണ്. ഡിക്സലെക്സിയ പഠന വൈകല്യമാണ്, എഴുതാനുള്ള വൈകല്യം, വായിക്കാനുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനുമാണ്. ഡിസ്ഗ്രാഫിയ മെയിൻലി എഴുത്തുമായിട്ടോ വരയ്ക്കാനായിട്ടുള്ള, പർട്ടിക്കുലർ പേന പിടിക്കാനായിട്ടൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഡിസ്ഗ്രാഫിയ. ഇത് ധാരാളം കുട്ടികൾക്ക് നമ്മൾ ഡിക്സലെക്സിയ ഡിസ്ഗ്രാഫിയൊക്കെ കാണാറുണ്ട്. പിന്നെ ഡിസ്കാൽക്കുലിയ, കണക്ക് ചെയ്യാനുള്ള പ്രശ്നം. അപ്പോൾ ഈ കണക്ക് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ കണക്കിൻ്റെ നമ്പർ ഇപ്പം 7 ഇങ്ങനെ എഴുതണം, 7 തിരിച്ചെഴുതാം. ചിലപ്പോൾ 9 എഴുതുക, 6 എഴുതുക. ചിലപ്പം നമ്പർ എടുത്ത് എഴുതുന്നത് ഇപ്പം 7 എന്നുള്ള 17 ആയി പോകാം. 99 എന്നൊക്കെ പറയുമ്പോൾ 29, 29, 99 എന്നുള്ളത് 29, 29 ഒക്കെ അങ്ങനെ എഴുതുക. എടുത്തെഴുതി വരുമ്പോഴത്തേക്ക് എഴുതുന്ന നമ്പർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോവുക. കണക്ക് മുഴുവൻ ചെയ്തു വന്നിട്ട് എൻ്റെ മാർജിൻ കണക്കെല്ലാം കൂട്ടിയിട്ടിരിക്കും. എടുത്തെഴുതുമ്പോൾ തെറ്റിപ്പോവുക. പിന്നെ ബേസിക് ആയിട്ടുള്ള അർത്ഥമെറ്റിക്സിനകത്തുള്ള പ്രശ്നം, കൂട്ടാനും കുറയ്ക്കാനും ഗുണിക്കാനും ഹരിക്കാനും ഒക്കെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, അതാണ് നോൺ വെർബൽ ലേണിംഗ് ഡിസബിലിറ്റി. എന്ന് വെച്ചാൽ ഏതെങ്കിലും വാക്കുകളൊക്കെ ഉപയോഗിക്കുക, അങ്ങനെയൊക്കെ ഉള്ളത് ചെയ്യുന്നതിനാണ് ലേണിംഗ് ഡിസബിലിറ്റി. ഡിസ്പ്രാക്സിയ, എന്തെങ്കിലും നമ്മൾ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കി നമ്മൾ ചെയ്യാനുള്ള ഡിസ്പ്രാക്സിയ, കോൺസെപ്റ്റ് പറഞ്ഞ് മനസ്സിലാക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ പറയുമ്പോൾ അത് എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക, അതിൻ്റെ സ്പേസ് അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുക, ഡിസ്പ്രാക്സിയ. വെർബൽ ലേണിംഗ്, എന്തെങ്കിലും പ്രത്യേകിച്ച് വേർഡുകൾ കാര്യങ്ങൾ അങ്ങനെയൊക്കെ പറയുക, അവൻ്റെ പ്രൊനൗൺസിയേഷൻ തരിക, ദാറ്റ് ഇസ് കോൾഡ് നോൺ വെർബൽ ലേണിംഗ് ഡിസബിലിറ്റി. ഇന്റലിജൻസ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ ഇന്റലിജൻസ്. ഇന്റലിജൻസ് നമ്മൾ പറയുന്നത് ബുദ്ധി എന്ന് പറയുന്ന പഠനം. നമ്മളെ സംബന്ധിച്ചിടത്തോളം സാധാരണക്കാരായിട്ട് ലേമൻസ് വെരിറ്റിൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പഠനമാണ്. ഒരു കുട്ടി എങ്ങനെ പഠിക്കുന്നു, നല്ല മാർക്ക് വാങ്ങിക്കുന്നു, ഇതാണ് നമ്മളെ സംബന്ധിച്ച് ഒരു ഇന്റലിജൻസ് പറഞ്ഞാൽ. പക്ഷെ ഇന്റലിജൻസ് പറഞ്ഞാൽ എബിലിറ്റി ഓഫ് എ പേഴ്സൺ തിങ്ക് റാഷണലി, ആക്ട് പർപ്പസ്ഫുള്ളി ആൻഡ് ഡീൽ ഇഫക്റ്റീവ്ലി. ഇന്റലിജൻസ് ദ എബിലിറ്റി ഓഫ് എ പേഴ്സൺ, ഒരു വ്യക്തിയുടെ കഴിവ്. The ability of a person think rationally. ഒരു കാര്യത്തിനെ സംബന്ധിച്ച് കാര്യകാരണ സഹിതം അവന് ചിന്തിക്കാനുള്ള കഴിവ് വേണം. റാഷണൽ ആയിരിക്കണം. ഒരു കാര്യം ചിന്തിക്കും, എന്തുകൊണ്ട് സംഭവിച്ചു, അത് ഇന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ എങ്ങനെ ഒരു അപകടം ഉണ്ടായി, അത് ഇന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം വന്നു, അത് ഇന്നത് കൊണ്ട് സംഭവിച്ചു, അതിനെ ഇങ്ങനെ നമ്മൾ കൈകാര്യം ചെയ്യണം. സോ എബിലിറ്റി ഓഫ് എ പേഴ്സൺ തിങ്ക് റാഷണലി, ആക്ട് പർപ്പസ്ഫുള്ളി. ഏത് കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനൊരു പർപ്പസ് ഉണ്ടായിരിക്കണം, ചുമ്മാ ചെയ്തിട്ട് കാര്യമില്ല. പലരും കാര്യങ്ങൾ ചെയ്യും, നമ്മൾ പറയല്ലേ, പട്ടി നായ ചന്തയ്ക്ക് പോയ പോലെ എന്ന് പറയും, അല്ലെങ്കിൽ കൊല്ലത്ത് പോയ പോലെ. ചെയ്യുന്ന കാര്യങ്ങൾക്കകത്തുനിന്ന് ഒരു
പർപ്പസ് ഒന്നും ഉണ്ടല്ലോ, പറഞ്ഞു ചെയ്തു. രാവിലെ ചന്തയ്ക്ക് പോകാൻ പറഞ്ഞു, ചന്തയ്ക്ക് പോയി. പരീക്ഷയ്ക്ക് പഠിക്കാൻ പറഞ്ഞു, പഠിച്ചു, എഴുതി. അതിനകത്ത് എന്താണെന്നൊന്നും അറിയില്ല. അപ്പം തിങ്ക് റാഷണലി, ആക്ട് പർപ്പസ്ഫുള്ളി ആൻഡ് ഡീൽ ഇഫക്റ്റീവ്ലി. എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അത് ഇഫക്റ്റീവ് ആയിരിക്കണം, അതിനെക്കുറിച്ചുള്ള ഒരു പരിണാമം ഉണ്ടായിരിക്കണം. അപ്പോൾ ഇന്റലിജൻസ് ദ എബിലിറ്റി ഓഫ് എ പേഴ്സൺ തിങ്ക് റാഷണലി, കാര്യകാരണ സഹിതം ചിന്തിക്കാനുള്ള കഴിവ്. ആക്ട് പർപ്പസ്ഫുള്ളി, ചെയ്യുന്ന എന്ത് കാര്യത്തിനും ഒരു പർപ്പസ് ഉണ്ടായിരിക്കണം, ലക്ഷ്യമുണ്ടായിരിക്കണം. ചെയ്യുന്ന കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് ഡീൽ ചെയ്യുന്ന ഇഫക്റ്റീവ് ആയിരിക്കും, അതിനൊരു റിസൾട്ട് ഉണ്ടാകണം. ഇത്രയും കാര്യങ്ങളാണെങ്കിൽ നമുക്ക് ഇന്റലിജൻസ് പറയുന്നത്, അല്ലെങ്കിൽ ഇന്റലിജൻസ് പരീക്ഷയ്ക്ക് മാർക്ക് വാങ്ങിച്ചുകൊണ്ട് മാത്രമോ അല്ലെങ്കിൽ ഏതെങ്കിലും പർട്ടിക്കുലർ സംഗതികൾ ചെയ്തുകൊണ്ട് മാത്രമോ നമ്മൾ അതിന് ഇന്റലിജൻസ് പറയാൻ പാടില്ല. അല്ലാതെ തെറ്റാണ്. ഇന്റലിജൻസ് ദ എബിലിറ്റി ഓഫ് എ പേഴ്സൺ തിങ്ക് റാഷണലി, ആക്ട് പർപ്പസ്ഫുള്ളി, ഡീൽ ഇഫക്റ്റീവ്ലി. ഇതാണ് ഇന്റലിജൻസ് എന്ന് പറയുന്നത്. പിന്നെ ഗിഫ്റ്റ് ചൈൽഡുണ്ട്. കാരണം ഇന്റലിജൻസ് പറയുമ്പം എപ്പോഴും ഇന്റലിജൻസിനകത്ത് ഇന്റലിജൻസ് കോഷ്യൻ IQ എന്ന് പറയുന്നത് ഇത് നമ്പറാണ്. ഇന്റലിജൻസ് നമ്പർ അല്ല, പക്ഷേ ഇന്റലിജൻസ് കോഷ്യൻ ഇസ് എ നമ്പർ, ഒരു ഡിജിറ്റാണ്. ദ റേഷ്യോ ബിറ്റ്വീൻ മെന്റൽ ഏജ് ആൻഡ് ക്രോണോളജിക്കൽ ഏജ്. മെന്റൽ ഏജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ സൈക്കോളജിക്കൽ ടെസ്റ്റ് ചെയ്ത് നമ്മൾ കണ്ടുപിടിക്കും, സൈക്കോളജിക്കൽ ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കും. അതിനെ ക്രോണോളജിക്കൽ ഏജ് കറക്റ്റായിട്ടുള്ള ഇത് വെച്ച് ഡിവൈഡ് ചെയ്യും, മൾട്ടിപ്ലൈ 100. അപ്പോൾ ഒരു നമ്പർ കിട്ടും. ആ നമ്പറാണ് ഇന്റലിജൻസ് ക്വോഷ്യന്റ് എന്ന് പറയുന്നത്. Intelligence, the ability of a person think rationally, act purposefully, and deal effectively. Intelligence quotient is a numerical or a digit. ഇത് മറന്നു പോകരുത്, ഇത് രണ്ടും പ്രത്യേകമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഇന്റലിജൻസും ഇന്റലിജൻസ് ക്വോഷ്യന്റ് ഒരുമിച്ച് എഴുതാറാണ്. ഇന്റലിജൻസ് പറയുന്നത് ആകെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് നോക്കിയിട്ടാണ് അതിന്റെ ഇന്റലിജൻസ്. ഇന്റലിജൻസ് ദ എബിലിറ്റി ഓഫ് എ പേഴ്സൺ തിങ്ക് റാഷണലി, ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഒരു റാഷണൽ ആയിരിക്കണം. ആക്ട് പർപ്പസ്ഫുള്ളി, ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഒരു ലക്ഷ്യമുണ്ടായിരിക്കണം. ആൻഡ് ഡീൽ ഇഫക്റ്റീവ്ലി, ചെയ്യുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് കൈകാര്യം ചെയ്യാൻ സാധിക്കണം. ആൻഡ് ഇന്റലിജൻസ് ക്വോഷ്യന്റ് ഈസ് എ നമ്പർ ഓർ എ ഡിജിറ്റ്. IQ എന്ന് പറയുന്നത് ഡിജിറ്റ് ആണ്. ദാറ്റ് റേഷ്യോ ബിറ്റ്വീൻ മെന്റൽ ഏജ് ആൻഡ് ക്രോണോളജിക്കൽ ഏജ്. മെന്റൽ ഏജ് ക്യാൻ ബി കാൽക്കുലേറ്റഡ് ബൈ psychological test. Chronological age is your actual age into divided. About mental age divided by intelligence, the ability of a person think rationally, act purposefully, deal effectively. ഏത് കാര്യങ്ങളെ ചെയ്ത് കാരണം മനസ്സിലാക്കി അത് ഉപകാരപ്രദമായിട്ട് ചെയ്യിക്കാനുള്ള കഴിവാണ് ഒരാൾ ഇന്റലിജൻസ് പറയുന്നത്. ഇന്റലിജൻസ് ക്വോഷ്യന്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ നമ്പർ, ഇറ്റ്സ് എ ഡിജിറ്റ് റേഷ്യോ ബിറ്റ്വീൻ മെന്റൽ ഏജ് ആൻഡ് ക്രോണോളജിക്കൽ ഏജ്. ദാറ്റ് ഈസ് ഈക്വൽ ടു IQ is equal to MA divided by CA into 100. C എന്ന് പറയുന്ന ക്രോണോളജിക്കൽ ഏജ്, ഇത് തമ്മിലുള്ള റേഷ്യോ MA divided by CA into 100. ഇന്റലിജൻസ് ക്വോഷ്യന്റ് എന്ന് പറയുന്നത് പല ആൾക്കാരുണ്ട്. ഗിഫ്റ്റഡ് ചൈൽഡുണ്ട്, ജീനിയസ് ചൈൽഡുണ്ട്, ആവറേജ് ഇന്റലിജൻസ് ഉണ്ട്, ബോർഡർ ലൈനിലാണ്, ബോർഡർ ലൈൻ എന്നാണ്, ദെൻ മെന്റലി ചാലഞ്ച്. ഇത്രയും തരത്തിലുള്ള കുട്ടികളെയാണ് നമ്മൾ സാധാരണഗതി പറയുന്നത്. ഗിഫ്റ്റ് ചൈൽഡ് എന്ന് പറഞ്ഞാൽ IQ എന്ന് പറയുന്നത് 140 എബോവ്, 140 കൂടുതലായിരിക്കണം. അപ്പോൾ അവർ തിങ്കിങ് പാറ്റേൺ വേറെ ആയിരിക്കും, തിങ്ക് ചെയ്യുന്ന കാര്യങ്ങൾ വേറെ ആയിരിക്കും, എടുക്കുന്ന കാര്യങ്ങൾ വേറെ ആയിരിക്കും, ചെയ്യുന്ന കാര്യങ്ങൾ വേറെ ആയിരിക്കും. കുറച്ചും കൂടെ അവർക്ക് കപ്പാസിറ്റി തിങ്കിങ് വേറെ ആയിരിക്കും. അപ്പം ഫസ്റ്റ് വൺ ഈസ് കോൾഡ് ഗിഫ്റ്റഡ് ചൈൽഡ്, ദാറ്റ് ഈസ് IQ is above 140. Then genius, അവരുടെ IQ എന്ന് പറയുന്നത് 120 to 140 വരെ ആയിരിക്കും. 120 മുകളിലുള്ള ജീനിയസ് ഉള്ള കുട്ടികളെ, IQ 120 മുകളിലുള്ള കുട്ടികളെ ജീനിയസ് എന്ന് പറയും. അപ്പം ഗിഫ്റ്റ് ചൈൽഡ് എന്ന് പറഞ്ഞാൽ IQ 140 എബോവ്, ഭയങ്കര ബുദ്ധിയായിരിക്കണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ 140 എബോവ് എന്ന് പറയുന്ന എന്തും ഏതും ഇങ്ങനെയും ചെയ്യാനായിട്ടുള്ള കഴിവായിരിക്കും. ദാറ്റ്സ് കോൾഡ് ഗിഫ്റ്റഡ് ചൈൽഡ്. പഠിക്കാൻ മിടുക്കരായിരിക്കും, എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാക്കും, എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും, ഫുൾ റെസ്പോൺസിബിലിറ്റി എടുക്കും. ദാറ്റ് ഈസ് കോൾഡ് ഗിഫ്റ്റഡ് ചൈൽഡ്. ദെൻ ജീനിയസ്, ഇത് 140 എബോവ് ഉള്ളതായി. 140 ജീനിയസ് പറയുന്നത് 120 എബോവ് ഉള്ളതായി. ആവറേജ് ഇന്റലിജൻസ് പറയുന്ന ഒരു കുട്ടിയുടെ 90 to 120, 120 വരെ, 110 വരെയാണ്
110 വരെ, അത് 90 മുതൽ 110 വരെയുള്ളത് ആവറേജ് ഇൻ്റലിജൻസ് ആണുള്ളത്. ബോർഡർ ലൈൻ എന്ന് പറയുന്നത് 70 to 90 ആണ്. 70 അത് തുടങ്ങി 90 വരെ. ഇത് നമ്മൾ പ്രത്യേകം പഠിക്കും. ചിലപ്പോൾ ഗിഫ്റ്റ് ചൈൽഡ് എന്ന് പറഞ്ഞ് പരീക്ഷയ്ക്ക് ചോദിക്കാം, ജീനിയസ് ചൈൽഡ് എന്ന് പറഞ്ഞ് ചിലപ്പോൾ നമുക്ക് ചോദിക്കാം, ചിലപ്പോൾ ബോർഡർ ലൈൻ ഇൻ്റലിജൻസ് ചോദിക്കാം, മെൻ്റലി ചാലഞ്ച് എന്ന് പറഞ്ഞു. ഇപ്പം നോക്കിയാൽ ഇത് ബോർഡർ ലൈൻ ആണ്, ബോർഡർ ലൈൻ ആണ്, ബോർഡർ ലൈൻ ആണ്, ബോർഡർ ലൈൻ അല്ല, ബോർഡർ ലൈൻ. മെൻ്റലി ചൈൽഡ് 4 കാറ്റഗറി ആയിട്ടാണ് തിരിച്ചത്. മെൻ്റലി ചൈൽഡ് എന്ന് പറയുന്നത് 4 കാറ്റഗറിയാണ്: മൈൽഡ്, മോഡറേറ്റ്, സിവിയർ ആൻഡ് പ്രൊഫൗണ്ട്. ഇത് എന്തൊക്കെയാണെന്ന് നമുക്ക് ഒന്ന് നോക്കാം. IQ എന്ന് പറയുന്നത് 55 മുതൽ 70 വരെ. ചിലതിനകത്ത് 51 മുതലായിരിക്കും, കുഴപ്പമില്ല. ചിലത് 59 മുതലായിരിക്കും, അതും കുഴപ്പമില്ല. ഏറ്റവും മൈൽഡായിട്ടുള്ളത് 55 മുതൽ 70 വരെ IQ. അപ്പോൾ IQ കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ IQന് ടെസ്റ്റുകളുണ്ട്. IQ ടെസ്റ്റ് IQ അല്ല വരുന്നത്. IQ ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ ഇൻ്റലിജൻസ് ക്വോഷ്യൻ്റ് ആണ് വരുന്നത്. സോറി. അപ്പം IQനെ വെച്ചിട്ടാണ് നമ്മൾ മെൻ്റലി ചലഞ്ച്ഡ് ആണോ നമ്മൾ അറിയുന്നത്. IQ ബിലോ IQ ബിറ്റ്വീൻ 55 to 70. എങ്ങനെ ഇത് കാണുന്നതെന്ന് പറഞ്ഞുതരാം. അത് നമ്മളൊരു കുട്ടിയെ കൊണ്ടുവന്നു, സൈക്കോളജിക്കൽ ടെസ്റ്റുകൾ നമ്മൾ ഇൻ്റലിജൻറ്റ് ടെസ്റ്റുകൾ നടക്കും. ദാറ്റ് ഇസ് കോൾഡ് മെൻ്റൽ ഏജ്. അപ്പം മെൻ്റൽ ഏജ് നിന്ന് IQയിലേക്ക് പോകണമെങ്കിൽ MA ഡിവൈഡഡ് ബൈ ക്രോണോളജിക്കൽ ഏജ്. അപ്പോൾ ആക്ച്വൽ ഏജ് എത്രയാണ് ഇൻറ്റു 100, അതാണ് അവൻ്റെ IQ എന്ന് പറയുന്നത്. ഈ IQ ഒരു നമ്പർ, ഇറ്റ്സ് എ നമ്പർ. ആ നമ്പർ 55 മുതൽ 70 വരെ നിൽക്കുകയാണെങ്കിൽ ദാറ്റ്സ് റിട്ടാർഡേഷൻ കോൾഡ് മെൻ്റലി റിട്ടാർഡ്, മൈൽഡ് റിട്ടാർഡേഷൻ. മൈൽഡ് റിട്ടാർഡേഷൻ എന്തൊക്കെയാണ് സ്വഭാവങ്ങളുള്ള? മൈൽഡ് റിട്ടാർഡേഷന് കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റും. ഒരു വളരെ നല്ല സോഷ്യലൈസേഷനുള്ള ആൾക്കാരൊക്കെ ആയിരിക്കും. പക്ഷെ ഇൻസ്ട്രക്ഷൻ ഫോളോ ചെയ്യാനായിട്ട് പാടുണ്ടാക്കും. സ്കിൽഡ് വർക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. അല്ലെങ്കിൽ സ്കിൽഡ് വർക്ക് ചെയ്യുമ്പോൾ സൂപ്പർവിഷൻ വേണ്ടി വരും, ചോദിക്കാം. ദാറ്റ് ഇസ് കോൾഡ് മൈൽഡ് റിട്ടാർഡേഷൻ. ഇത് സാധാരണ പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ്. ഈ മെൻ്റലി ചലഞ്ചിൽ മെൻ്റൽ റിട്ടാർഡേഷനൊക്കെ ചോദിക്കാറുള്ളത് ഇത് ഓർത്തിരിക്കണം. മെൻ്റലി ചലഞ്ചിൽ 4 കാറ്റഗറിയാണ്: മൈൽഡ്, മോഡറേറ്റ്, സിവിയർ ആൻഡ് പ്രൊഫൗണ്ട്. അത് മൈൽഡ് എന്ന് പറയുന്നതിൻ്റെ IQ ലെവൽ 55 മുതൽ 70 വരെയാണ്. അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ്, അവരുടെ സ്വഭാവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ആൾക്കാരുമായിട്ട് ചേരാൻ പറ്റും, സോഷ്യലൈസേഷൻ നന്നായിട്ടുണ്ടാകും, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. മാത്തമാറ്റിക്സിന് അക്കൗണ്ടിങ് ഭയങ്കര പ്രശ്നമായിരിക്കും. അവർ കണക്ക് ചെയ്യുക അങ്ങനെയുള്ള പരിപാടിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുകളാകും. പിന്നെ അവർക്ക് സ്കിൽഡ് വർക്ക് ചെയ്യണമെങ്കിൽ എന്തെങ്കിലും സൂപ്പർവിഷൻ ആവശ്യമുണ്ടാകും. സ്കിൽഡ് വർക്ക് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്, എന്നാലും സ്കിൽഡ് വർക്ക് ചെയ്യണമെങ്കിൽ അവർക്ക് ഒരു സൂപ്പർവിഷൻ വേണം. മോഡറേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IQ ലെവൽ. IQ എന്ന് പറഞ്ഞാൽ ഒരിക്കലും പറയാം ഇൻ്റലിജൻസ് ക്വോഷ്യൻ്റ്. നമ്മൾ IQ എന്ന് പറയുന്നത് ഇൻ്റലിജൻസ് എബിലിറ്റി ഓഫ് എ പേഴ്സൺ തിങ്ക് റാഷണലി, ആക്ട് പർപ്പസ്ഫുള്ളി ആൻഡ് ഡീൽ എഫക്റ്റീവ്ലി. ഇത് ഞാൻ പ്രത്യേകം പിന്നെ പറയുന്നത് ആവശ്യമുള്ളത് കൊണ്ടാണ്. മെൻ്റൽ റിട്ടാർഡേഷൻ അല്ലെങ്കിൽ മെൻ്റലി ചലഞ്ച്ഡ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. IQ ബിലോ 70 ആണെങ്കിൽ മെൻ്റൽ റിട്ടാർഡേഷൻ അല്ലെങ്കിൽ മെൻ്റലി ചലഞ്ച് എന്ന് പറയും. ആ മെൻ്റലി ചലഞ്ച് എന്ന് പറയുന്ന IQ 70 താഴെയാണെങ്കിലാണ്. ആ 70 താഴെയുള്ളത് തന്നെ പല കാറ്റഗറിയായിട്ട് 4 കാറ്റഗറിയായിട്ട് തിരിച്ചിട്ടുണ്ട്. മൈൽഡ് എന്ന് വെച്ചാൽ 55 മുതൽ 70 വരെ. അവരെ സംബന്ധിച്ച് അവർക്ക് സോഷ്യലൈസേഷൻ ഉണ്ടാകും, കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, അവർക്ക് അക്കൗണ്ടിങ് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും, ഗൈഡ് ചെയ്ത് നമുക്ക് ചെയ്യാം. സ്കിൽഡ് വർക്കിന് ചില സ്കിൽഡ് വർക്ക് ചെയ്യാനായിട്ട് സൂപ്പർവിഷൻ ആവശ്യം വരും. മോഡറേറ്റ് എന്ന് പറയുമ്പോൾ സോഷ്യലൈസേഷനൊക്കെ നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല. സോഷ്യലൈസ് ആൾക്കാരുമായിട്ട് ചേരാനും ഇടപെടാനുമില്ല. സ്കിൽഡ് വർക്ക് ചെയ്യണമെങ്കിൽ എപ്പോഴും ഒരു സൂപ്പർവിഷൻ വേണം. ഇല്ല പഠിക്കാനായിട്ട് ബാക്കിയുള്ളതിനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. ദാറ്റ് ഇസ് കോൾഡ് മോഡറേറ്റ് റിട്ടാർഡേഷൻ. ദാറ്റ് ഇസ് 40 to 54 ആണ് ഏജ് ഗ്രൂപ്പ്. ദെൻ സിവിയർ. IQ 25 മുതൽ 39 വരെ, 25 മുതൽ 39 വരെയുള്ളത് സിവിയറാണ്. കാരണം ഇവരെ സംബന്ധിച്ച് കാൽക്കുലേഷൻ പറ്റില്ല. ഇവർക്ക് കാര്യങ്ങൾ ചെയ്യാനായിട്ട് എല്ലാവരുടെ ഹെൽപ്പ് വേണ്ടി വരും, തന്നെത്താൻ ചെയ്യാൻ പറ്റുകയില്ല. പല കാര്യങ്ങളും 90% ആൾക്കാർക്ക് ഇത് വേണം. പിന്നെ സിവിയറൊക്കെ വരുമ്പോൾ കുറച്ച് ഫിസിക്കൽ കണ്ടീഷനൊക്കെ കുറച്ച്
വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെയാണ്. കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകാം. മാനസികവും ശാരീരികവുമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതാണ് സിവിയർ റിട്ടാർഡേഷൻ എന്ന് പറയുന്നത്. ദെൻ പ്രൊഫോണ്ട്, ഏതെങ്കിലും ഒരു ക്രോമോസോം കൂടുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ IQ below 25 ആയിരിക്കും. ദാറ്റ് ഇസ് കോൾഡ് XX or XY. ഇതിനകത്ത് IQ നമ്മൾ നോക്കുമ്പോൾ IQ below 25 ആകുമ്പോൾ ഇത് പ്രൊഫോണ്ട് എന്ന് പറയും. അവരുടെ IQ ലെവല് below 25 ആകും. അവരെ സംബന്ധിച്ചിടത്തോളം മെൻ്റൽ ഏജ് കാൽക്കുലേറ്റ് ഇത് ചെയ്യുമ്പം അവരുടെ 25 അവർക്കൊന്നും ചെയ്യാൻ പറ്റും. ദാറ്റ് ഇസ് കോൾഡ് പ്രൊഫോണ്ട്. ഈ പ്രൊഫോണ്ട് ആകാനായിട്ടൊരു കാര്യമുണ്ട്, ക്രോമോസോമിനകത്ത് കൂടുതൽ വരും. XXY ഒരു ക്രോമോസോം കൂടിയാൽ അവർ പ്രൊഫോണ്ട് ആകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. നമ്മൾ പഠിച്ചിരുന്നു പ്രൊഫോണ്ട് എങ്ങനെയാണ് ഉണ്ടാകുന്നത്. ജനറ്റിക്കൽ ഫാക്ടേഴ്സ് നമ്മൾ പഠിച്ചിരുന്നു, ഹെറിഡിറ്ററി ഫാക്ടേഴ്സ് നെക്സ്റ്റിനകത്ത് നമ്മൾ പഠിച്ചിരുന്നു. 24, 22, 23 pairs of chromosome. One chromosome determine the gender. If one chromosome is sexes, അതെന്ന് പറയുന്നത് അത് മെൻ്റലായിട്ട് പ്രൊഫോണ്ട് ആകാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ഈ പ്രൊഫോണ്ട് ആയിട്ടുള്ള ആൾക്കാർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അവർക്ക് എല്ലാ വിധത്തിലുള്ള ഹെൽപ്പും വേണ്ടി വരും. നമ്മൾ സാധാരണഗതിയിൽ മെൻ്റൽ റിട്ടാർഡേഷൻ എന്ന് പറയുന്നത് ഈ പ്രൊഫോണ്ടിനെയാണ്. അവരുടെ ലുക്കിൽ വ്യത്യാസം കാണും, ഈ പ്രൊഫോണ്ട് ലുക്കിൽ വ്യത്യാസം കാണും. അവരുടെ മൂക്കൊക്കെ പതിഞ്ഞായിരിക്കാം, കൈയൊക്കെ സ്ക്വയർ ടൈപ്പ് കൈയൊക്കെ ആയിരിക്കാം. പിന്നെ അവർക്ക് സോഷ്യലൈസേഷൻ ഒന്നും പറ്റില്ല. അവർ എപ്പോഴും ആരെങ്കിലും പ്രൊട്ടക്ഷനിലായിരിക്കും നമ്മൾ കഴിയുന്നത്. ദാറ്റ് ഈസ് കോൾഡ് പ്രൊഫോണ്ട്. അപ്പം മെൻ്റൽ റിട്ടാർഡേഷൻ 4 തരത്തിലാണ്: മൈൽഡ്, മോഡറേറ്റ്, സിവിയർ ആൻഡ് പ്രൊഫോണ്ട്. ധാരാളം തരത്തിലുള്ള ഇൻ്റലിജൻറ്റ് ടെസ്റ്റ് ഉണ്ട്. സീഗം ഫോംബോർഡ് ടെസ്റ്റ്. സാധാരണ ഇത് കുട്ടികളുടെ മെൻ്റൽ റിട്ടാർഡേഷൻ കണ്ടുപിടിക്കാനായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇത് കുറേ ബ്ലോക്സുകളൊക്കെയാണ്. അതങ്ങോട്ട് അതിൻ്റെ ക്രമത്തിനായിട്ട് അടുക്കി വെക്കുക, അതിൻ്റെ സമയം നോക്കുക. ആ സമയം നോക്കി നമ്മൾ അവരുടെ മെൻ്റൽ ഏജ് കിട്ടും. മെൻ്റൽ ഏജ് ഡിവൈഡ് ബൈ ക്രോണോളജിക്കൽ ഏജ് ഇൻറ്റു 100 ഈക്വൽ ടു IQ. സീഗം ഫോംബോർഡ് സെറ്റാണ് ആദ്യത്തെ. ദെൻ വിൻലാൻഡ് സോഷ്യൽ മെച്യൂരിറ്റി സ്കെയിൽ. ഇതാണ് അടുത്ത ഒരെണ്ണം. ഇതുപോലെ ഒരു മെച്യൂരിറ്റി സ്കെയിൽ നമ്മൾ നോക്കാനായിട്ട് നമ്മൾ വൈൻലാൻഡ് സോഷ്യൽ മെച്യൂരിറ്റി സ്കെയിൽ എന്ന് പറഞ്ഞ സ്കെയിലുണ്ട്. ആ സ്കെയിൽ വെച്ചിട്ട് നമ്മൾക്ക് ഓരോരുത്തർക്ക് കൊടുത്തിട്ട് നമ്മൾ ആ ടെസ്റ്റ് നടത്തി റിസൾട്ട് വാങ്ങിച്ചിട്ട് അവരുടെ IQ ലെവൽ നമ്മൾ നോക്കും. ബിനെ കാമറ്റ് ടെസ്റ്റ് ഓഫ് ഇൻ്റലിജൻസ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഇത് വളരെ നന്നായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ടെസ്റ്റ്, എല്ലായിടത്തും ഉപയോഗിക്കുന്നതാണ്. ബിനെ കാമറ്റ് ടെസ്റ്റ് ഓഫ് ഇൻ്റലിജൻസ്. Then Stanford Binet Intelligence Test. Bhattacharya's battery of performance test of intelligence in Indian ഇതിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് എടുത്തിട്ടുള്ളതാണ്. Visualize intelligence scale for children. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ടെസ്റ്റുകളുള്ളത്. നമുക്ക് ഇതുവരെ ഒന്നുകൂടെ പറയാം. ഏകദേശം 2,68,00,000 കുട്ടികളോളം ഇന്ത്യയിൽ മെൻ്റലി ഓർ ഫിസിക്കലി ചലഞ്ചഡ് ആയിട്ടുള്ള ആൾക്കാർക്കാണ് ഉള്ളത്. അപ്പം ഇതിനെയാണ് നമ്മൾ അറൗണ്ട് 2.68 ഈ ഹെൽത്ത് സൈക്കോളജിക്കൽ ഡിസബിലിറ്റി ഇന്ത്യയെ കുറിച്ച് പഠിക്കാനും അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഒരു കരിക്കുലം ഡെവലപ്പ് ചെയ്യാനും അവർക്ക് ചെയ്തു കൊടുക്കാനും ഉള്ളതൊക്കെ ഉണ്ടായത്. ഈ ഇതിനെ ബേസ് ചെയ്ത് 2.68 ആൾക്കാർ ഒന്നുകിൽ ചിൽഡ്രൻ വിത്ത് ഡിസബിലിറ്റി ഉള്ളത് കൊണ്ടാണ്. 2,68,00,000 ഏകദേശം, ഇത് പഴയ കണക്കാണ്, അതനുസരിച്ച് പറയുകയാണ്. ഏകദേശം 2,68,00,000 ജനത്തോളം കുട്ടികളോളം ഓൾ ഇന്ത്യയിൽ നമുക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഈ സ്കൂൾ സൈക്കോളജിക്കും ഇതിന് ഈ സൈക്കോളജിസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പേര് കൊടുത്ത് ആൾക്കാർ ഇരുത്തിയിരിക്കുന്നു. ദെൻ ആദ്യത്തെ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏർലി ടൈം. ഡിസേബിൾഡ് പീപ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുക ഡിസേബിൾഡ് പീപ്പിൾ, കഴിവില്ലാത്തവർ, എന്തെങ്കിലും കുഴപ്പമുള്ളവർ. ഇപ്പം അത് മാറി പീപ്പിൾ വിത്ത് ഡിസബിലിറ്റി. വ്യക്തികളാണ് എന്തെങ്കിലും കുഴപ്പമുള്ളവർ എന്ന് വെച്ചിട്ട്, അല്ല എന്തെങ്കിലും പ്രശ്നമുള്ളവർ എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ട് എന്ന് പറയുന്നത് ഇത് ന്യൂ ടൈം. ദെൻ ബ്ലൈൻഡ് പീപ്പിൾ ഇപ്പം പറയും പീപ്പിൾ വിത്ത് വിഷ്വൽ ഇമ്പയർമെൻറ്റ്. മെൻ്റൽ റിട്ടാർഡേഷൻ എന്ന് പറയുന്നത് ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി. ഡെഫ് എന്ന് പറയുന്നത് ഹിയറിംഗ് ഇമ്പയർമെൻറ്റ്. ഇത്രയും കാര്യങ്ങളാണ്
നമ്മൾ പേരുകളിൽ വ്യത്യാസം വന്നിട്ടുള്ള കറണ്ട് ടെർമിനോളജി നമ്മൾ ഓർത്തിരിക്കാം. അതാണ് അത്യാവശ്യമായിട്ടുള്ള കറണ്ട് ആയിട്ടുള്ള ടെർമിനോളജി. ഇല്ലെങ്കിൽ നമുക്ക് എപ്പോഴും പുതിയ ടെർമിനോളജി അറിയാൻ പാടില്ലെങ്കിൽ അതിനകത്ത് പ്രശ്നമുണ്ടാകും. ദെൻ ക്രിപ്പിൾഡ് എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ഇമ്പയർമെൻറ്റ്. ഇത്രയും പേരുകൾ നിങ്ങൾ നോക്കി വെക്കുക. ദെൻ സ്പെസിഫിക് ലേണിംഗ് ഡിസബിലിറ്റി, ഡിസ്ലെക്സിയ, കുട്ടികൾക്ക് പഠിക്കാനുള്ള വൈകല്യം, പഠന വൈകല്യം, ഡിസ്ലെക്സിയ, എഴുതാനായിട്ടൊക്കെ ഉള്ള പ്രശ്നം, എഴുതാൻ ബുദ്ധിമുട്ടുണ്ടാകുക, കുട്ടികൾക്ക് നമ്പറുകൾക്ക് പ്രശ്നം, ഡിക്സിൽ കൂടുതലും എഴുത്തും വലിയ എസ്സേ എഴുതാൻ പറ്റുകയില്ല, സ്പെല്ലിംഗ് മിസ്റ്റേക്സുകൾ കൂടുതലുണ്ടാകും, തലതിരിഞ്ഞ് എഴുതും, ചിലപ്പം ഡിന്ന് എഴുതും, ബിന്ന് എഴുതും, ഡിന്ന് വായിക്കും, ഡിന്ന് എഴുതും, ബിന്ന് വായിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസങ്ങൾ വരാവുന്നതാണ് ഡിസ്ലെക്സിയ. ദെൻ ഡിസ്ഗ്രാഫിയ, എന്തെങ്കിലും വരയ്ക്കാനോ പർട്ടിക്കുലറായിട്ട് ചെയ്യാനോ സ്പെസിഫിക് ആയിട്ട് ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ടാണ് ഡിസ്ഗ്രാഫിയ. ഏതെങ്കിലും ഒരു പാറ്റേൺ വരയ്ക്കുക, ഏതെങ്കിലും ഒരു ബ്ലോക്കിനെ കുറിച്ച് ഡിസൈൻ ചെയ്യുക, അതിനെക്കുറിച്ച് എഴുതാൻ പറ്റുക, അങ്ങനെയൊക്കെ പറയുമ്പോഴേക്കുള്ള ബുക്കുള്ളതിന് ബുദ്ധിമുട്ടാണ് നമ്മൾ ഡിസ്ഗ്രാഫിയ എന്ന് പറയുന്നത്. ഡിസ്കാൽക്കുലിയ, മെയിൻലി വിത്ത് കാൽക്കുലേഷൻ. ഇവർക്ക് കണക്ക് കൂട്ടാനായിട്ട് വലിയ പ്രശ്നമാണ്. കണക്ക് കൂട്ടുക, കുറേ നമ്പേഴ്സ് നമ്മൾ കാണുക, അത് ചെയ്യാൻ പറയുക, അതൊക്കെ കുറച്ച് പ്രശ്നമുള്ള ഡിസ്പ്രാക്സിയ. ഇതുപോലെ തന്നെ ഉള്ള കമ്മിങ് ടു നോൺ വെർബൽ ലേണിംഗ് ഡിസബിലിറ്റി. ചില വാക്കുകൾ പറയാൻ വിട്ടുപോകുക, ചില സംഗതികൾ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കുക, ചില പ്രൊണൗൺസ് ചെയ്യാൻ പറ്റാതെ വരിക. ഇതൊക്കെയാണ് നോൺ വെർബൽ ലേണിംഗ് ഡിസബിലിറ്റി പെട്ട കാര്യങ്ങൾ. Intelligence is the ability of a person to think rationally, act purposefully, deal effectively. എന്തൊക്കെയുള്ള കാര്യങ്ങൾ ചിന്തിച്ച് പിടിച്ച് ചെയ്യാനായിട്ടുള്ള കഴിവിനാണ് ഇൻ്റലിജൻസ് പറയുന്നത്. ആ ചെയ്യുന്ന കാര്യം there should be a purpose. തിങ്ക് റാഷണലായിട്ട് തിങ്ക് ചെയ്യാനുള്ള കഴിവാണ്. ഏതെങ്കിലും കാരണവശാൽ അത് ചെയ്യാനായിട്ട് കഴിവുള്ള സംഗതികളാണോ, ചെയ്യേണ്ടതാണോ, അത് മനസ്സിലാക്കി ആ കാര്യകാരണ സഹിതം ചെയ്യാനുള്ള കഴിവിനാണ് നമ്മൾ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. ഒരാളുടെ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യുക, തിങ്ക് ചെയ്യുക, ആക്ട് ചെയ്യുക, അത് ഇഫക്റ്റീവ് ആക്കി എടുക്കുക, അതാണ് ഇൻ്റലിജൻസ് പറയുന്നത്. പല തരത്തിൽ ഇൻ്റലിജൻസ് ദെൻ IQ ആണ്. ഇൻ്റലിജൻസ് കഴിഞ്ഞാൽ IQ ആണ്. IQ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഡിജിറ്റ്, ഇറ്റ്സ് എ നമ്പർ. ഇൻ്റലിജൻസ് പറയുന്നത് ഒരു നമ്പറല്ല, അത് IQ ഇസ് എ നമ്പർ. അതെങ്ങനെയാണ് ഉണ്ടാകുന്നത്? മെൻ്റൽ ഏജ് ഡിവൈഡഡ് ബൈ ക്രോണോളജിക്കൽ ഏജ് ഇൻറ്റു 100, MA ഡിവൈഡ് ബൈ CA ഇൻറ്റു 100. ഇതാണ് IQ എന്ന് പറയുന്നത്. IQ നമ്മൾ കൂടിയിരിക്കുന്ന കുട്ടികൾ, IQ എബോ 140 എന്ന് പറഞ്ഞാൽ ഗിഫ്റ്റഡ് ചൈൽഡ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ നമ്മൾ പരീക്ഷയ്ക്ക് ഗിഫ്റ്റഡ് ചൈൽഡ് എന്നൊക്കെ പറയുമ്പോൾ പല ആൾക്കാരും പല പല മീനിങ്ങിൽ എഴുതുന്നത്. ചിലർ പറയും ഞാൻ ഗിഫ്റ്റഡ് ചൈൽഡാണ്, എനിക്ക് അച്ഛന് സ്വർണ്ണമുണ്ട്, അച്ഛന് സ്വത്തുണ്ട്, അച്ഛന് ഇതുണ്ട്, അച്ഛന് ജോലിയുണ്ട്, എനിക്ക് ഇഷ്ടം പോലെ പൈസ ഉണ്ടെന്നുണ്ട്. അതല്ല നമ്മുടെ ഇൻ്റലിജൻസിനെ കുറിച്ച് പറയുന്നത്. നമ്മുടെ ഇൻ്റലിജൻസ് പറയുന്നത്, നമ്മുടെ ഗിഫ്റ്റഡ് ചൈൽഡ് എന്ന് പറയുന്നത് IQ ലെവൽ 140 എബോ ഉള്ളതാണ്. 140 എബോ IQ ലെവൽ എന്ന് പറയുമ്പോൾ IQ ഈസ് ഈക്വൽ ടു MA ഡിവൈഡ് ബൈ CA ഇൻറ്റു 100. ദാറ്റ്സ് എ ഡിജിറ്റ്, ദാറ്റ്സ് എ നമ്പർ. ആ നമ്പറാണ് നമ്മൾ എടുക്കുന്നത്. അതാണ് ഇൻ്റലിജൻസ് ടെസ്റ്റ് നടത്തുന്നത്. ആദ്യം ഗിഫ്റ്റഡ് ചൈൽഡ്, ദെൻ സെക്കൻഡ് വൺ ഈസ് കോൾഡ് ജീനിയസ് ചൈൽഡ്. ജീനിയസ് ചൈൽഡ് എന്ന് പറഞ്ഞാൽ IQ എന്ന് പറയുന്നത് 120 എബോ ആയിരിക്കും. 120 വരെ നമ്മൾ അത് കൊടുത്താൽ 120 എബോ ആയിരിക്കും അതിൻ്റെ ജീനിയസ് എന്ന് പറയുന്ന സംഗതി. ദെൻ ആവറേജ് ഇൻ്റലിജൻസ് പറഞ്ഞാൽ 90 to 110 ഈസ് കോൾഡ് ആവറേജ്. 70 to 90 ഈസ് കോൾഡ് ബോർഡർ ലൈൻ ആണ്. ഇതൊരിക്കലും ഇവിടെ ഇത് ബോർഡർ ലൈൻ അല്ല, ബോർഡർ ലൈൻ ആയിരിക്കും. ദെൻ മെൻ്റലി ചലഞ്ച്, IQ 70 താഴെയുള്ളതൊക്കെ മെൻ്റലി ചലഞ്ച്ഡ് ആണ്. അപ്പം ഗിഫ്റ്റഡ് ചൈൽഡ് മെൻ്റലി ചലഞ്ചും പരീക്ഷയ്ക്ക് ചിലപ്പോൾ ചോദിക്കാറുണ്ട്. ഗിഫ്റ്റഡ് ചൈൽഡ് എന്ന് പറയുന്നത് നമ്മൾ എഴുതാൻ ഗിഫ്റ്റഡ് ചൈൽഡ് എന്ന് പറയുന്നത് അയാളുടെ ഇൻ്റലിജൻസ് 140 എബോ ആയിരിക്കും. തിങ്കിങ് കപ്പാസിറ്റി ഭയങ്കര വ്യത്യാസമായിരിക്കും. സ്കൂളിൽ സയൻറ്റിഫിക് ആയിട്ടുള്ള എനർജറ്റിക് ആയിരിക്കും. ബാക്കിയുള്ള കാര്യങ്ങൾ പഠിക്കാനായിട്ട് തയ്യാറാകും. IQ ലെവൽ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കും. ബിയോണ്ട് അവർ ഇമാജിനേഷൻ ആയിരിക്കും അവരുടെ ബുദ്ധി എന്ന് പറയുന്നത്. അവർ ചെയ്യുന്ന കാര്യങ്ങൾ പ്രവർത്തിക്കുന്നത്. ദാറ്റ് ഇസ് കോൾഡ് ഗിഫ്റ്റഡ് ചൈൽഡ്. അവരുടെ IQ എന്ന് പറയുന്നത് 140 എബോ ആണ്.
ദെൻ ജീനിയസ്, ഐക്യൂല് 120 to 140 വരെയുള്ള ആൾക്കാർ. ജീനിയസ് എന്ന് പറയുമ്പോൾ അവർക്ക് പർട്ടിക്കുലർ സംഗതികൾ നന്നായിട്ട് ചെയ്യാൻ പറ്റും, കാര്യങ്ങൾ നല്ലപോലെ അറിയാൻ പറ്റും. ഇങ്ങനെയുള്ള കുട്ടികളെയാണ് നമ്മൾ ജീനിയസ്. ആവറേജ് ഇൻ്റലിജൻസ് പറഞ്ഞാൽ 90 to 110. ഒരാൾക്ക് സാധാരണഗതി എല്ലാം പഠിക്കാം, എല്ലാം പാസ്സായി വരാം, വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല, ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒന്നാണ്. ദാറ്റ് ഈസ് കോൾഡ് ആവറേജ് ഇൻ്റലിജൻസ്. ബോർഡർ ലൈൻ എന്ന് പറയുന്നത് 70 to 90 ആണ് അതിൻ്റെ ലെവല്, ഐക്യു ലെവല്. അപ്പം 70 to 90 എന്ന് വെച്ചാൽ ബേസിക് ആയിട്ടുള്ളത്. അപ്പോൾ 70 താഴോട്ട് വന്നു കഴിഞ്ഞാൽ റിട്ടാർഡേഷനായി. 70 വരെ നമ്മൾ എടുക്കുകയുള്ളൂ. 70ക്ക് മുകളിൽ ഐക്യു ഉള്ളതൊക്കെ നമ്മൾ 70 to 90 ഉള്ള മുഴുവൻ നമ്മൾ എടുക്കുന്നത് ബോർഡർ ലൈൻ എന്നുള്ളതാണ്. മെൻ്റലി ചലഞ്ച്, ഇഫ് ഇറ്റ് ഈസ് ബിലോ 70 ഇറ്റ് ഈസ് കോൾഡ് മെൻ്റലി ചലഞ്ച്. നോക്കി ഇതൊന്ന് നോക്കാം. മെൻ്റലി ചലഞ്ചിലെ 4ആയിട്ടാണ് നമ്മൾ തിരിച്ചിരിക്കുന്നത്: മൈൽഡ്, മോഡറേറ്റ്, സിവിയർ ആൻഡ് പ്രൊഫൗണ്ട്. ഇതാണ് മെൻ്റൽ റിട്ടാർഡേഷൻ്റെ 4 റേഞ്ചുകൾ. അപ്പോൾ എപ്പോഴും മെൻ്റൽ ഐക്യു ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഒരു ഇൻ്റലിജൻസ് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഈ ഉദാഹരണം കൂടെ വെച്ച് എഴുതണം. ഭയങ്കര ചൂട്. അതായത് മൈൽഡ് റിട്ടാർഡേഷൻ എന്ന് പറയുമ്പം ഐക്യു ലെവൽ 50 to 70 ആണെങ്കിൽ മൈൽഡ് റിട്ടാർഡേഷൻ. 50 to 70. 70 താഴെയാണ് മെൻ്റൽ റിട്ടാർഡേഷൻ. 69 വരെ. 70 പ്ലസ് 70 to 90 എന്ന് പറയുന്നത് ബോർഡർ ലൈനാണ്. അപ്പം 70 താഴെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മൈൽഡ് റിട്ടാർഡേഷനായി. സോഷ്യലൈസേഷൻ നന്നായിരിക്കും, സോഷ്യലൈസേഷൻ കുഴപ്പമൊന്നുമില്ല. പക്ഷെ അക്കൗണ്ടിങ്ങിന് ഇവർക്ക് പ്രശ്നം ഉണ്ടാവും. അക്കൗണ്ടിങ്ങിലാണ് കൂടുതൽ പ്രശ്നം. ഒരു ഫൈനാൻസ് മാനേജ്മെൻറ്റിലൊക്കെ ഇവിടെ മോശമായിരിക്കും മൈൽഡ് റിട്ടാർഡേഷൻ. മോഡറേറ്റ് റിട്ടാർഡേഷൻ അക്കൗണ്ടിങ് വലിയ ബുദ്ധിമുട്ടായിരിക്കും, അക്കൗണ്ടിങ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അവർക്ക് സ്കിൽഡ് വർക്ക് ചെയ്യണമെങ്കിൽ സൂപ്പർവിഷൻ വേണ്ടി വരും. മൈൽഡിന് സ്കിൽഡ് വർക്ക് ചെയ്യാൻ പറ്റും, ഒരു സൂപ്പർവിഷനാണ് ഏറ്റവും നല്ലതുള്ളത്. മോഡറേറ്റ് എന്ന് പറയുമ്പോൾ അവർക്ക് കാൽക്കുലേഷനിൽ പ്രശ്നമുണ്ടാകും. കാൽക്കുലേഷൻ ഒന്നും ചെയ്യാൻ പറ്റിയ വലിയ പാടാണ്. കൂട്ടാനും കുറയ്ക്കാനൊക്കെ നമുക്കുള്ള ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. സോഷ്യലൈസേഷൻ കുഴപ്പമില്ല, അവർ ആൾക്കാരുമായിട്ട് ചേരാനായിട്ട് പ്രശ്നമാണ്. റൈറ്റിങ്ങിൽ പ്രശ്നമുണ്ടാകും, വായനയിൽ നമുക്ക് കുറച്ച് പ്രശ്നമുണ്ടാകും. സിവിയർ എന്ന് പറയുമ്പോൾ ഇതൊന്നും ഉണ്ടാകും, സോഷ്യലൈസേഷൻ ഇല്ല. നമ്മളെന്തെങ്കിലും മരുന്ന് കൊടുത്താലും വലിയ ഇമ്പ്രൂവ്മെൻ്റ് ഒന്നും ഉണ്ടാകാറില്ല. അവർക്ക് അക്കൗണ്ടിങ് ഒട്ടും പറ്റുകയില്ല. സോഷ്യലൈസേഷൻ വലിയ കുഴപ്പമില്ലാതെ പോകാൻ പറ്റും. സ്വന്തം കാര്യങ്ങൾക്ക് പലപ്പോഴും ഹെൽപ്പ് വേണ്ടി വരും. പക്ഷേ നെക്സ്റ്റ് വൺ ഈസ് കോൾഡ് പ്രൊഫൗണ്ട്. ബിലോ 25 ഇറ്റ് ഈസ് കോൾഡ് ടോട്ടലി ദേ ആർ നോട്ട് ഏബിൾ ടു ഡു ഇറ്റ്. അവർക്കൊന്നും ചെയ്യാൻ പറ്റുകയില്ല, അവർക്ക് എപ്പോഴും സപ്പോർട്ട് വേണ്ടി വരും. അതാണ് പ്രൊഫൗണ്ട് എന്ന് പറയുന്നത്. പല ഇൻ്റലിജൻസ് ടെസ്റ്റുകളും നമുക്കുണ്ട്. ഇതിനകത്ത് പ്രധാനമായിട്ടുള്ളതല്ലേ നമ്മളിവിടെ ഇന്ത്യയിൽ ചെയ്യുന്ന കുറേ ടെസ്റ്റുകളുടെ കാര്യമാണ്. സിഗോം ഫോംബോ ടെസ്റ്റ്. ഇത് കൂടുതൽ കുട്ടികളിലാണ് നമ്മൾ ചെയ്യുന്നത്. അവരുടെ ഐക്യു അളക്കാനായിട്ടാണ്. ഇപ്പോൾ ഐക്യു 70 താഴെയാണെങ്കിൽ മെൻ്റൽ റിട്ടാർഡേഷൻ. സിഗോം ഫോംബോ ടെസ്റ്റ്, ദെൻ വിൻലാൻഡ് സോഷ്യൽ മെച്യൂരിറ്റി സ്കെയിൽ, VSMS, then Binet-Hammett test of intelligence, Stanford Binet Intelligence Scale, Badaya's Battery of Performance Test, and Russia's Intelligence Scale for Children. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ, ഇത്രയും സൈക്കോളജിക്കൽ ടെസ്റ്റാണ് സാധാരണഗതിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന സൈക്കോളജിക്കൽ ടെസ്റ്റുകൾ. ദെൻ റോൾ ഓഫ് സൈക്കോളജിസ്റ്റ്. ഒരു സ്കൂൾ സൈക്കോളജിസ്റ്റിനെ സംബന്ധിച്ച് അയാൾക്ക് കുറേ റോളുകളുണ്ട്. എന്താണ് ചെയ്യുന്നത്? ആ റോള് ഡിസൈനിങ് ഇൻസ്ട്രക്ഷൻ സ്ട്രാറ്റജീസ് ദാറ്റ് ടാർഗറ്റ് ഓപ്റ്റിമൽ ലേണിംഗ്. എല്ലാവരും പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യണം, അതിനെന്തൊക്കെ രീതിയിൽ കരിക്കുലം ഡിസൈൻ ചെയ്യണം, എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ള സ്ട്രാറ്റജിയിൽ ഉള്ള ആളാണ് സ്കൂൾ സൈക്കോളജിസ്റ്റ്. ഡെവലപ്പിംഗ് എഡ്യൂക്കേഷൻ പ്ലാൻസ് ഫോർ ഈ ചൈൽഡ് വിത്ത് സ്പെഷ്യൽ നീഡ്സ്. എന്തെങ്കിലും ആവശ്യമുള്ള കുട്ടികൾക്ക് അതിൻ്റേതനുസരിച്ച് നമ്മൾ പറഞ്ഞു കൊടുക്കുക. നിങ്ങൾക്ക് പഠിക്കാനായിട്ട് പുറകോട്ടുള്ള കുട്ടികൾ, അതിനകത്ത് എന്ത് ചെയ്യണം? ചില കുട്ടികൾ ചില സബ്ജക്റ്റ് പ്രശ്നം ഉണ്ടാകും, അത് ചെയ്യാൻ പറ്റുകയില്ല. ചിലർക്ക് വേറെ പഠിക്കണമെന്നുള്ള ആഗ്രഹമായിരിക്കുള്ളൂ, പക്ഷെ അത് പറ്റില്ല. അപ്പം ഇവർക്കൊക്കെ വേണ്ടിയിട്ട്
നമ്മളൊരു കരിക്കുലം ഉണ്ടാക്കി കൊടുക്കുക. ഇന്ന ചെയ്യണം, ഇന്നത് ചെയ്യണം, ഇന്നത് മാറണം, ഇന്ന രീതി ചെയ്യണം എന്ന് പറയും. അപ്പോൾ ആദ്യം ഇൻസ്ട്രക്ഷണൽ സ്ട്രാറ്റജി ദാറ്റ് ടാർഗറ്റ് ഒപ്റ്റിമൽ ലേണിംഗ്, എല്ലാവരും പഠിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു കരിക്കുലം നമ്മൾ ഫ്രെയിം ചെയ്യുക. പിന്നെ ഡെവലപ്പിംഗ് എഡ്യൂക്കേഷൻ പ്ലാൻ ഫോർ ഈ ചൈൽഡ് വിത്ത് സ്പെഷ്യൽ നീഡ്സ്, എന്തെങ്കിലും ആവശ്യമുള്ള കുട്ടികളെ അവർക്ക് അതിന് വേണ്ടിയിട്ട് പ്രാപ്തരാക്കാൻ വേണ്ടിയിട്ടുള്ള ചെയ്തു കൊടുക്കുക, അവർക്കൊരു പ്ലാനിങ് ഇട്ട് കൊടുക്കാം. ഇത് ചില കുട്ടികൾക്ക് പഠിക്കാൻ കൂടുതൽ സമയം വേണ്ടി വരും, നമ്മളൊരു പ്ലാൻ ഇട്ട് കൊടുത്തു, നിങ്ങൾ ഇത്ര സമയം നമ്മൾ ചിലവഴിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ അവിടെ ഒരു ട്യൂഷൻ അറേഞ്ച് ചെയ്ത് കൊടുത്തു എന്ന് വെച്ചാൽ ട്യൂഷൻ അറേഞ്ച് നമ്മൾ എടുത്തു കൊടുക്കുക എന്നല്ല, നമുക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യണം, ഇന്ന കാര്യങ്ങൾ നമുക്കറിയാം, അതിൻ്റെ റിസൾട്ട് കിട്ടും എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യണം. ദെൻ കൊളാബറേറ്റ് വിത്ത് ടീച്ചേഴ്സ് ആൻഡ് പാരൻസ് ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ദ ചൈൽഡ് ഇൻ നീഡ്, ആവശ്യമുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇവരൊക്കെയായിട്ട് ജോയിൻ ചെയ്തോട്ടെ. കാരണം ടീച്ചർക്ക് പറയാനുള്ളത് വേറെ ആയിരിക്കും, കുട്ടികൾക്ക് പറയാനുള്ളത് വേറെ ആയിരിക്കും, പാരൻസിന് വേറെ ആയിരിക്കും. ഇവർ തമ്മിൽ ഒരുമിച്ച് ഒരു കൊളാബറേറ്റ് ഹെൽപ്പ് ദ പാരൻസ് ഫോർ ഫർദർ അസസ്മെൻറ്റ് ആൻഡ് ഇൻ്റർവെൻഷൻ ആൻഡ് ഫോർ ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ്, എന്തെങ്കിലും ആവശ്യമുള്ള രീതിയിൽ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കും. അപ്പം ഇത്രയാണ് ഒരു സ്കൂൾ സൈക്കോളജിസ്റ്റിൻ്റെ ഡ്യൂട്ടി ഓർ റോൾ എന്നുള്ള പറയാം. ഡിസൈനിങ് ഇൻസ്ട്രക്ഷൻ സ്ട്രാറ്റജീസ് ഫോർ ടാർഗറ്റ് ഒപ്റ്റിമൽ ലേണിംഗ്, ഏറ്റവും കൂടുതൽ പഠിപ്പിക്കത്തക്ക വേണം നമുക്ക് എന്തൊക്കെയാണ് അവർക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കുക, എന്തൊക്കെ സ്ട്രാറ്റജീസാണ് നമുക്ക് അവർക്ക് ചെയ്യാൻ പറ്റുക. പിന്നെ ഇവർക്ക് എഡ്യൂക്കേഷൻ പ്ലാനിങ്, എങ്ങനെ പഠിക്കണം, എന്ത് പഠിക്കണം, ഏത് രീതി പറഞ്ഞ എഡ്യൂക്കേഷൻ പ്ലാനിങ് നമ്മൾ കൊടുക്കുക. ദെൻ ടീച്ചേഴ്സ് ആൻഡ് പാരൻസ് ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ദ ചൈൽഡ് ഇൻ നീഡ്, എന്തെങ്കിലും ഒരു കാര്യം കണ്ടാൽ ടീച്ചേഴ്സിനെയും ഇവരെയും കൂടി എടുത്ത് നമ്മൾ കാര്യങ്ങൾ സംസാരിച്ച് കുട്ടികളുടെ കാര്യങ്ങൾ മനസ്സിലാക്കി അവരെ എങ്ങനെ ഹെൽപ്പ് ചെയ്യാം എന്നുള്ളത് കണ്ടുപിടിക്കുക. ഹെൽപ്പ് ദ പാരൻസ് ഫോർ ഫർദർ അസസ്മെൻറ്റ് ആൻഡ് ഇൻ്റർവെൻഷൻ ഫോർ ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ്. ഇനി ഇത് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്, നിങ്ങൾ ഇന്ന ആളെ കാണണം, അല്ലെങ്കിൽ ഇന്ന രീതി ചെയ്യണം, ഇന്നത് നമ്മൾ ചെയ്യാൻ പോകുന്നത് അവരെ പറഞ്ഞ് മനസ്സിലാക്കുക, അല്ലെങ്കിൽ കുട്ടികളുടെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. അതാണ് ഇത്രയാണ് റോൾ ഓഫ് സ്കൂൾ സൈക്കോളജി ഓർ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ. നമുക്ക് ഒന്നുകൂടെ പഠിച്ചു നോക്കാം. ഇത് എക്കോളജിക്കൽ സിസ്റ്റമാണ്, സോഷ്യൽ ലേണിംഗ് തിയറിയിൽ എക്കോളജിക്കൽ സിസ്റ്റമാണ്. എക്കോളജി സിസ്റ്റം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞിരുന്നു, പക്ഷേ എന്നാലും ഒന്നുകൂടെ പറയുകയാണ്. ഒരു കുട്ടി പഠിക്കുന്നത് സോഷ്യൽ ലേണിംഗ് എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ചാണ് പറയുന്നത്. അതിൽ നിന്ന് ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു പോകാം. സോഷ്യൽ സൈക്കോളജി എന്ന് പറയുന്നത് സ്കൂളിൽ പഠിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അവർ സോഷ്യൽ സൈക്കോളജിസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ഒരു സാധാരണ സൈക്കോളജിസ്റ്റിന് വ്യത്യാസമുണ്ട്. പിന്നെ അവരുടെ വെൽ ഡിഫൈൻ അല്ല അവരുടെ റോൾ എന്നുള്ളതാണ്. അതുകൊണ്ട് കുട്ടികളുടെ ഓരോ ഡെവലപ്മെൻറ്റ് സ്റ്റേജസ് നമ്മൾ പഠിച്ചു. അതിനകത്ത് സോഷ്യൽ ലേണിംഗ് പഠിച്ചപ്പോൾ ഒരെണ്ണം എക്കോളജിക്കൽ സിസ്റ്റം കഴിഞ്ഞ ക്ലാസ്സിൽ എടുക്കുകയാണ്. എക്കോളജി സിസ്റ്റത്തെ കുറിച്ച് പറയുകയാണ്. എക്കോളജി സിസ്റ്റം തിയറി എന്നാണ് ഇതിന് പറയുന്നത്. ആദ്യത്തെ ലെവലിൽ കുട്ടികളിൽ നിന്ന് തന്നെ പഠിക്കുക. അത് ഇൻഡിവിജ്വലിനെ കണ്ടുപിടിക്കുക, വ്യക്തികളെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. അതായത് ഒരു വ്യക്തിയാകുമ്പോൾ മറ്റുള്ള വ്യക്തികളെ കാണുക, മറ്റൊരു ഇൻഡിവിജ്വലായിട്ട് ഇടപെടുക, അവരെന്ത് ചെയ്യുന്നത് കാണുക, അവരെന്ത് മനസ്സിലാക്കുക, ആ റോള് നമ്മൾ പ്ലേ ചെയ്യുക. അല്ലെങ്കിൽ ആ റോള് നമ്മുടെ ജീവിതത്തിലേക്ക് കളിക്കുക എന്നുള്ളതല്ല, നമ്മൾ അഡോപ്റ്റ് ചെയ്യുക. ആ അഡോപ്റ്റ് ചെയ്യുന്നതാണ് ഫസ്റ്റ് ലെവൽ എന്ന് പറയുന്നത്. സെക്കൻഡ് ലെവൽ എന്ന് പറഞ്ഞാൽ ഫാമിലി, സ്കൂൾ, ടീച്ചേഴ്സ്, പിയേഴ്സ്, ഇവരെ കണ്ടിട്ടും ഇവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്തിട്ട് നമ്മൾ കാര്യങ്ങൾ പഠിച്ചെടുക്കുക. മൈക്രോ സിസ്റ്റം എന്നാണ് പറയുന്നത്. ആദ്യം ഇൻഡിവിജ്വലിൽ നിന്ന് പഠിക്കുക. സെക്കൻഡ് വൺ ഈസ് ഫാമിലി, സ്കൂൾ ആൻഡ് ടീച്ചേഴ്സ്. ദെൻ അടുത്തത് മൾട്ടിപ്പിൾ മൈക്രോ സിസ്റ്റം എന്നാണ്. ഇങ്ങനത്തെയുള്ള ഫാമിലി, സ്കൂൾ, ടീച്ചേഴ്സ്, ഇങ്ങനെ പലരും ഒരു പിയർ ഗ്രൂപ്പ്സ്, ഇങ്ങനെ പല ഗ്രൂപ്പുകളിൽ നിന്നിട്ട് നമ്മൾ പഠിക്കുന്നതാണ്. പിന്നെ എക്കോസിസ്റ്റത്തിൻ്റെ വർക്ക് ഓർഗനൈസേഷൻ, പാരൻസുമായിട്ട് അവരുമായിട്ട് ഇടപെടുന്നത് എങ്ങനെയാണ്, കാര്യങ്ങൾ എങ്ങനെയാണെന്ന് മനസ്സിലാക്കി ആ സിസ്റ്റത്തിൽ ഓരോരുത്തരുടെ റോൾ എന്താണെന്ന് മനസ്സിലാക്കി ചെയ്യുന്നതാണ്. പിന്നെ സോഷ്യോ എക്കണോമിക് സിസ്റ്റം, നമ്മുടെ സാമ്പത്തികം എങ്ങനെ വർക്ക് ചെയ്യുന്നു, അതെങ്ങനെ ആവശ്യമുണ്ട്, ഒരു സൊസൈറ്റി എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ 5 ലെവലിലാണ് സോഷ്യൽ ലേണിംഗ് എക്കോളജിക്കൽ സിസ്റ്റം തിയറി അനുസരിച്ച്. എക്കോ സിസ്റ്റം ലെവൽ എന്നാണ് അതിന് പറയുന്നത്, എക്കോളജിക്കൽ സിസ്റ്റം തിയറി എന്നാണ് പറയുന്നത്. ചിൽഡ്രൻസ് വിത്ത് ഡിസബിലിറ്റി, എന്തൊക്കെ ഡിസബിലിറ്റിയാണ്? അറൗണ്ട് 268 ലക്ഷം കുട്ടികളോളം നമ്മൾ പ്രശ്നക്കാരാണെന്ന് നമ്മൾ കാണുന്നു. അപ്പം ഇതിനൊരു ടേംസ് നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു. ആദ്യം ഡിസബിൾഡ് പീപ്പിൾ എന്ന്, ഇപ്പം ഡിസബിൾഡ് പീപ്പിൾ എന്ന് പറയാറില്ല, ഇപ്പോൾ പീപ്പിൾ വിത്ത് ഡിസബിലിറ്റി എന്നാണ് പറയുന്നത്. എന്തെങ്കിലും പ്രശ്നമുള്ള കുട്ടികൾ എന്നാണ് നമ്മൾ പറയുന്നത്. കാരണം ടെർമിനോളജി മാറുന്നുണ്ട്.
DSM-5 ഒക്കെ ഓരോ ടെർമിനോളജി മാറി നമുക്ക് വരുന്നുണ്ട്. ദെൻ ബ്ലൈൻഡ് പീപ്പിൾ എന്ന് പറയില്ല, പീപ്പിൾ വിത്ത് വിഷ്വൽ ഇമ്പയർമെൻ്റ് എന്നാണ് പുതിയ ടെർമിനോളജി. ദെൻ മെൻ്റൽ റിട്ടാർഡേഷൻ എന്ന് പറയുന്നത് ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി എന്നാണ് പറയാറുള്ളത്. ഡെഫ് എന്ന് പറയില്ല, ഹിയറിംഗ് ഇമ്പയർമെൻറ്റ്. ഇത് നമ്മൾ ആ ബുക്കിനകത്ത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇതാണ് പുതിയ ടെർമിനോളജി. ബട്ട് നമ്മൾ കറണ്ട് ടെർമിനോളജിയാണ് പഠിക്കുന്നത്. ഇപ്പം നമുക്ക് പരീക്ഷയ്ക്ക് ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരുമ്പോൾ എക്സ്പ്ലെയിൻ ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി, അല്ലെങ്കിൽ പീപ്പിൾ ഡിസബിലിറ്റി എന്താണ്, പീപ്പിൾ വിഷ്വൽ ഇമ്പയർമെൻ്റ്, അങ്ങനെയുള്ളതായിരിക്കും ചോദ്യങ്ങൾ വരുന്നത്. അല്ല ബ്ലൈൻഡ് പീപ്പിൾ എന്ന് പറയുന്നത് നമ്മൾ ചോദിക്കില്ല. ക്രിപ്പിൾ എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ഇമ്പയർമെൻ്റ് എന്ന് പറയും. ക്രിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്കൽ ഇമ്പയർമെൻ്റ്. ഈ ടെർമിനോളജി ഒന്ന് പഠിച്ചിരിക്കും. പുതിയ ടെർമിനോളജി ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. പുതിയ ടെർമിനോളജി നമ്മൾ പഠിച്ചിരിക്കണം. എന്തൊക്കെയാണ് സ്പെസിഫിക് ലേണിംഗ് ഡിസബിലിറ്റി, എന്തൊക്കെയാണ് കുട്ടികൾ? ഫസ്റ്റ് എന്തെങ്കിലും വാക്കുകൾ വായിക്കുക, അത് മനസ്സിലാക്കുക, അത് എഴുതുക, അതിനകത്ത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടാക്കുക എന്ന് പറയുന്നതാണ് നമ്മൾ ഡിക്സലിക്സിയ എന്ന് പറയുന്നത്. ഡിക്സലിക്സിയ ടെസ്റ്റ് കണ്ടുപിടിക്കാൻ പല മാർഗങ്ങളുണ്ട്. ഓരോ പുതിയ സൈക്കോളജിക്കൽ ടെസ്റ്റ് ധാരാളം കണ്ടുപിടിക്കലുണ്ട്. പ്രത്യേകിച്ച് സ്പെഷ്യൽ ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറഞ്ഞ് സ്പെഷ്യൽ ലേണിംഗ് ഡിസബിലിറ്റി. കാരണം എന്തെങ്കിലും പ്രത്യേക കാര്യങ്ങൾ കൊണ്ടാണ് കുട്ടിയെ പഠിക്കാനായിട്ട് നമ്മൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് സ്പെഷ്യൽ ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയുന്ന സംഗതികൾ നമ്മൾ അതായത് SLD എന്ന് പറയുന്നത്, സ്പെഷ്യൽ ലേണിംഗ് SLD എന്ന് പറഞ്ഞ തന്നെയുണ്ട്. അത് കണ്ടമാനമുള്ളത് കൊണ്ട് നമുക്ക് കൂടുതലത് പഠിപ്പിക്കുക, അതിനെക്കുറിച്ച് മനസ്സിലാക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ആദ്യം SLD നമ്മൾ പല ടെസ്റ്റുകളും നമ്മൾ നടത്തും. ആ ടെസ്റ്റുകളിലൂടെ നമ്മൾ കണ്ടുപിടിക്കും. നമ്മൾ ആദ്യം സൈക്കോളജിക്കൽ ടെസ്റ്റുകൾ പറഞ്ഞിരുന്നു. അതിനകത്ത് ആദ്യത്തെ പ്രോബ്ലം ഡിക്സലെക്സിയ, റൈറ്റിങ്ങിനുള്ള പ്രോബ്ലം. കുട്ടികൾക്ക് എഴുതാനും എടുക്കാനുമുള്ള പ്രശ്നങ്ങൾ. ഒരു വേർഡ് കംപ്ലീറ്റ് ചെയ്യുക, ഏതെങ്കിലും കാരണവശാൽ ലെറ്റർ എഴുതുക, ലെറ്റർ തെറ്റിപ്പോവുക, അല്ലെങ്കിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ഉണ്ടാക്കുക, സ്പെല്ലിംഗ് വിട്ടുപോവുക, വാക്കുകൾ വിട്ടുപോവുക. ദാറ്റ് ഇസ് കോൾഡ് ഡിക്സലെക്സിയ. ഡിസ്ഗ്രാഫിയ, എന്തെങ്കിലും വരയ്ക്കാനും പ്രത്യേക പാറ്റേണൊക്കെ ഉണ്ടാക്കാനും എടുക്കാനൊക്കെ ഉള്ള കഴിവ് കുറവാണ്. ഡിസ്കാൽക്കുലിയ, കാൽക്കുലേഷൻ ചെയ്യാനായിട്ടുള്ള കണക്ക്. മെയിൻലി ഡിസ്കാൽക്കുലിയ മീൻ ഡീലിംഗ് വിത്ത് കാൽക്കുലേഷൻ. ദെൻ ഡിസ്പ്രാക്സിയ, ഏതെങ്കിലും നിയമങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ പഠിക്കാം. നോൺ വെർബൽ ലേണിംഗ് ഡിസബിലിറ്റി, എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അതിൻ്റെ ഇത് പഠിക്കാനുള്ള ബുദ്ധിമുട്ട്, നോൺ വെർബൽ ലേണിംഗ് ഡിസബിലിറ്റി. Then intelligence, ability of a person think rationally, act purposefully and deal effectively. ഏതെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കി, intelligence, ability of a person think rationally, കാര്യങ്ങൾ റാഷണൽ, കാര്യകാര്യകരണ സഹിതം മനസ്സിലാക്കുക. Act, intelligence, ability of a person think rationally, act specifically, purposefully. ഏതെങ്കിലും കാര്യം ചെയ്യുമ്പോൾ ആക്ട് പർപ്പസ്ഫുൾ, പർപ്പസ് ഉണ്ടായിരിക്കണം ചെയ്യുന്ന കാര്യത്തിന്. ദെൻ ഡീൽ ഇഫക്റ്റീവ്ലി. അപ്പം ഇങ്ങനെയുള്ള ആളെയാണ് നമ്മൾ ഇൻ്റലിജൻസ്. ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ഒരു കാര്യം റാഷണലായിട്ട് തിങ്ക് ചെയ്ത് നടത്താൻ പറ്റുക, അതിൻ്റെ പർപ്പസ് ഉണ്ടാക്കുക, ആ ചെയ്യുന്ന കാര്യങ്ങൾക്ക് എന്തെങ്കിലും റിസൾട്ട് ഉണ്ടാക്കുക. ദാറ്റ് ഈസ് കോൾഡ് ഇൻ്റലിജൻസ്. ഇൻ്റലിജൻസ് പഠിക്കുമ്പോൾ എപ്പോഴും ഇൻ്റലിജൻസ് ക്വസ്റ്റ്യൻ്റോടെ പഠിക്കുക. IQ ഇസ് എ ഡിജിറ്റ്, അതൊരു നമ്പറാണ്. IQ is the ratio between mental age and chronological age. That is MA divided by CA into 100. ഇത് മറന്നു പോകരുത്. ഇൻ്റലിജൻസ് കോഷ്യൻ്റ് എന്ന് പറയുന്നത് IQ ൻ്റെ കോഷ്യൻ്റ്, അതായത് ഡിജിറ്റ് നമ്പറാണ്. ദാറ്റ് ഈസ് മെൻ്റൽ ഏജ് ഡിവൈഡ് ബൈ chronological age into 100. That is called IQ is equal to MA divided by CA into 100. Mental age can be calculated by psychological test. ഇനി IQ പല കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഇത് അതായത് ഇൻ്റലിജൻസിലെ പല കാറ്റഗറിയാണ്. ഗിഫ്റ്റഡ് ചൈൽഡ്, ജീനിയസ്, ആവറേജ് ഇൻ്റലിജൻസ്, ബോർഡർ ലൈൻ ആൻഡ് മെൻ്റൽ റിട്ടാർഡേഷൻ. ഇത്രയാണ് നമ്മൾ തിരിച്ചിട്ടുള്ളത്. ഇൻ്റലിജൻസിൽ തിരിച്ച് 140 above ആണ്. ദ ചൈൽഡ്സ് IQ is 140 above. That is called gifted child. If it is between 120 and 140, that is called genius. നല്ല ബുദ്ധിയുണ്ട്, ഏതൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യാം, അങ്ങനെയൊക്കെ പറഞ്ഞ് ദറ്റ് ഈസ് കോൾഡ് ജീനിയസ്. ദെൻ ആവറേജ് ഇൻ്റലിജൻസ് എന്ന് വെച്ചാൽ ഒരാൾ സാധാരണഗതി വേണ്ടത്
90 to 110 ഉണ്ടെങ്കിൽ ഒരാൾ സാമാന്യ ബുദ്ധിമാനാണ് എന്ന് നമുക്ക് പറയാം. ദെൻ ബോർഡർ ലൈൻ 70 to 90 ആണെങ്കിൽ അതിന് ബോർഡർ ലൈൻ 70 to 90 വന്നാൽ ഇറ്റ്സ് കോൾഡ് ബോർഡർ ലൈൻ. അതിനകത്ത് ചില സമയത്ത് ചെയ്യും, ചില സമയത്ത് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്, ദാറ്റ് ഇസ് കോൾഡ് ബോർഡർ ലൈൻ. Then mentally challenged. If it is below 70, it is called mental retardation. ഇനി ഇതൊക്കെ മൈൽഡ് എന്ന് പറയുന്നത് ഐക്യുവിൽ വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. ഐക്യു ബിറ്റ്വീൻ 55 and 70. മൈൽഡ് റിട്ടാർഡേഷൻ എന്ന് വെച്ചാൽ ഈ മൈൽഡ് റിട്ടാർഡേഷൻ്റെ സംഗതി എന്താണെന്ന് വെച്ചാൽ അവർക്ക് സോഷ്യലൈസേഷൻ നന്നായിരിക്കും, സോഷ്യലൈസേഷന് കുഴപ്പമുണ്ടാവില്ല. അക്കൗണ്ടിങ്ങിൽ പ്രശ്നമുണ്ടാകും, അക്കൗണ്ടിങ് ചെയ്യാനായിട്ട് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും. പിന്നെ ഏതെങ്കിലും കാര്യങ്ങൾ സ്പെസിഫിക് കാര്യങ്ങൾ ചെയ്യാൻ, ഇപ്പോൾ എക്സ്പെഷ്യലി സ്കിൽ ജോബ് ആരെങ്കിലും നോക്കാനുണ്ടായിരിക്കും, ഇല്ലെങ്കിൽ അപകടകാര്യം ആണ്. അവർക്ക് മെഷീൻസൊക്കെ ചെയ്യാനൊക്കെ ചെയ്യാൻ സ്കിൽഡ് വർക്കിന് സെമി സ്കിൽഡ് വർക്കിന് പ്രോബ്ലം. അതാണ് സെമി സ്കിൽഡ് പോലെ അവിടെ സമയത്ത് ഹെൽപ്പ് വേണ്ടി സെമി സ്കിൽഡ് വർക്കൊക്കെ അവർക്ക് ചെയ്യാൻ സാധിക്കും. ദാറ്റ് ഇസ് കോൾഡ് മൈൽഡ്. ദെൻ മോഡറേറ്റ് 40 to 54 ആണ്. അക്കൗണ്ടിങ് പ്രശ്നം ഉണ്ടാകും, സോഷ്യലൈസേഷൻ വലിയ കുഴപ്പമുണ്ടാകുകയില്ല. സ്കിൽഡ് വർക്കിന് അവർക്ക് സൂപ്പർവിഷൻ വേണം, പല സ്കിൽഡ് വർക്കും ചെയ്യാൻ പറ്റില്ല. അതിനകത്ത് സൂപ്പർവിഷൻ സ്കിൽഡ് വർക്ക് ചെയ്യാം, പക്ഷെ ഇതിനകത്ത് എപ്പോഴും സൂപ്പർവിഷൻ വേണം സ്കിൽഡ് വർക്ക് ചെയ്യാനായിട്ട്. പക്ഷേ വേറൊരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ സ്കിൽഡായിട്ടുള്ള ജോലികൾ ചിലതൊന്നും ചെയ്യാനേ പറ്റില്ല. ദെൻ സിവിയർ 25 to 39 അവർക്ക് സോഷ്യലൈസേഷൻ ഒന്നും കുഴപ്പമില്ല, പഠിക്കാൻ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും, അവർക്ക് വിദ്യാഭ്യാസമൊക്കെ കൊടുക്കാൻ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. അത്യാവശ്യം അവരവരുടെ കാര്യങ്ങൾ ചെയ്യാം, അതിന് ട്രെയിൻ ചെയ്യിച്ചു കൊടുക്കാം, അങ്ങനെ ചെയ്യാൻ പറ്റുന്നതാണ് സിവിയർ റിട്ടാർഡേഷൻ. ദെൻ പ്രൊഫൗണ്ട് എന്ന് പറയുന്നത് IQ below 25 ആയിരിക്കും. ഇതിനകത്ത് എല്ലാത്തിനകത്തും പ്രശ്നമാണ്, അവരുടെ ശരീരത്തിന് പ്രശ്നം ഉണ്ടാകും, ഒരു കാര്യം തന്നെത്താൻ ചെയ്യാൻ പറ്റില്ല, ഓൾവേസ് ദേ നീഡ് ഹെൽപ്പ്, അങ്ങനെയുള്ളതാണ് ബിലോ 25. അപ്പോൾ ഈ മെൻ്റൽ റിട്ടാർഡേഷൻ 4 കാറ്റഗറിയാണ്: മൈൽഡ്, മോഡറേറ്റ്, സിവിയർ ആൻഡ് പ്രൊഫൗണ്ട്. എന്തൊക്കെയാണ് ഇൻ്റലിജൻസ് കണ്ടുപിടിക്കുക? ഇൻ്റലിജൻസ് ടെസ്റ്റ് ഏതൊക്കെയാണ്? സിഗ്മണ്ട് ഫ്രോഡ് ടെസ്റ്റ് ഉണ്ട്, വിൽ ആൻഡ് സോഷ്യൽ മെച്യൂരിറ്റി സ്കെയിൽ ഉണ്ട്, ബിനേ കാമ ടെസ്റ്റ് ഓഫ് ഇൻ്റലിജൻസ്, അത് കേരള ഡെവലപ്പ് ചെയ്തിട്ടുള്ള അതുണ്ട്, സ്റ്റാൻഫോർഡ് ബിനേ ഇൻ്റലിജൻസ് സ്കെയിൽ, ഭട്ടിയാസ് ബാറ്ററി ഓഫ് പെർഫോമൻസ് ടെസ്റ്റ്, വേഴ്സലേസ് ഇൻ്റലിജൻസ് സ്കെയിൽ ഫോർ ചിൽഡ്രൻ. ഇത്രയാണ് സാധാരണഗതിയിൽ നമ്മൾ ഇൻ്റലിജൻസ് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ടെസ്റ്റുകൾ. ഡിസൈൻ ദ റോള് ഇവർക്ക് ഇതിനകത്ത് ഈ സോഷ്യൽ സൈക്കോളജിസ്റ്റിൻ്റെ റോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂൾ സൈക്കോളജി ഡിസൈൻ ഇൻസ്ട്രക്ഷണൽ സ്ട്രാറ്റജീസ് ഫോർ ദ ഓപ്റ്റിമൽ റിസൾട്ട്. ഒരു കുട്ടികൾ പഠിക്കാനായിട്ട് അവർക്ക് എന്തൊക്കെ കുഴപ്പങ്ങളുണ്ടെന്ന് കണ്ടുപിടിച്ച് അതിനെ നമ്മൾ ഹെൽപ്പ് ചെയ്യാനായിട്ട്, അതിൽ നിന്ന് ഓവർകം ചെയ്ത് വരാനായിട്ടുള്ള ഒരു ഇൻസ്ട്രക്ഷണൽ സ്ട്രാറ്റജീസ് നമ്മൾ ഡിസൈൻ ചെയ്ത് കൊടുക്കുക. ദെൻ ഡെവലപ്പിംഗ് എഡ്യൂക്കേഷൻ പ്ലാൻ ഫോർ ഈ ചൈൽഡ്. ഓരോ നീഡ് അനുസരിച്ച് മെൻ്റൽ റിട്ടാർഡ് കുട്ടികൾ ഇങ്ങനെയാണ്, ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികൾ ഇങ്ങനെ, അവരുടെ ആവശ്യം അനുസരിച്ച് അവർക്ക് വേണ്ട സ്പെഷ്യൽ നീഡ് അനുസരിച്ച് ഒരു എഡ്യൂക്കേഷൻ പദ്ധതി തയ്യാറാക്കുക. കൊളാബറേറ്റ് വിത്ത് ടീച്ചേഴ്സ് ആൻഡ് പാരൻസ് ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ദ ചൈൽഡ് നീഡ്. ഇങ്ങനെ ടീച്ചേഴ്സും പാരൻസുമായിട്ട് ഇവരുടെ പ്രശ്നങ്ങൾ എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കി അതിനെ ഹെൽപ്പ് ചെയ്യാൻ ഈ 3 റോളാണ് സ്കൂൾ സൈക്കോളജിസ്റ്റിന് ഈ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ചെയ്യാനായിട്ടുള്ള റോള്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളിന്ന് പഠിച്ചത്. അടുത്ത ക്ലാസ്സുകളിൽ ഇനി എന്തൊക്കെയാണ് അവരുടെ മാനസികമായ ശാരീരികമായ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് അവർ